പ്രൊഫസർ വി അരവിന്ദാക്ഷൻ അനുസ്മരണ സമ്മേളനവും പ്രൊഫസർ കെ സച്ചിദാനന്ദന് പുരസ്കാര സമർപ്പണവും 2016 ഒക്ടോബർ 17 തിങ്കൾ വൈകിട്ട് 2:30 സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയം, തൃശൂർ. പ്രൊഫസർ വി അരവിന്ദാക്ഷൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 17. കേരളം കണ്ട മികച്ച പ്രഭാഷകനും അധ്യാപകനും മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്ര പ്രയോക്താവും കലാചിന്തകനും ആയിരുന്നു അദ്ദേഹം. തൊഴിലാളി വർഗ സൗന്ദര്യ ചിന്തകളുടെ ഉപാസകൻ എന്നു തന്നെ ആഹ്ലാദപൂർവ്വം വിശേഷിപ്പിക്കാവുന്ന ഒരാൾ. ഷേക്സ്പിയർ സാഹിത്യത്തിൽ നിഷ്ണാതൻ, ധിക്കാരിയുടെ കാതലുള്ള സാഹിത്യ വിമർശകൻ. കേരളീയ പരിസരത്തിലൂന്നി നിന്നുകൊണ്ട് അസാധാരണമാം വിധം കലാവിമർശനവും അദ്ദേഹം നിർവഹിച്ചു. ആ മഹത് വ്യക്തിത്വത്തിൻ്റെ ഓർമ്മകൾ വരും തലമുറകളിലേക്ക് പ്രവഹിക്കട്ടെ. പ്രൊഫസർ വി അരവിന്ദാക്ഷൻ്റെ സ്മരണാർത്ഥം തൃശൂർ ആസ്ഥാനമായി ഒരു ഫൗണ്ടേഷന് രൂപം നൽകിയിട്ടുണ്ട്. സാമൂഹിക പ്രതിജ്ഞാബദ്ധതയോടെ സർഗ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉന്നത വ്യക്തിത്വങ്ങൾക്ക് വർഷം തോറും പുരസ്കാരം, കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഉപന്യാസ മത്സരം, ദാർശനികാവബോധം പുതിയ തലമുറകളിൽ ഉണർത്തുന്ന ശില്പശാലകൾ, സംവാദങ്ങൾ, സെമിനാറുകൾ എന്നിവ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. ആദ്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രൊഫസർ കെ സച്ചിദാനന്ദനാണ്. MA ബേബി ചെയർമാനും വൈശാഖൻ, പ്രൊഫസർ ലളിത ലെനിൻ, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായുള്ള സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. സച്ചിദാനന്ദൻ കവിതകളുടെ ആലാപനം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. പ്രൊഫസർ KV ബേബി, സോബിൻ മഴവീട്, രാജൻ നെല്ലായി, TG അജിത എന്നിവരാണ് കവിതകൾ ആലപിക്കുന്നത്. ഇവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലും ഓഡിറ്റോറിയത്തിലും ഇരിക്കുന്ന പ്രബുദ്ധരായ മനുഷ്യരെ, പ്രൊഫസർ വി അരവിന്ദാക്ഷൻ മാഷിൻ്റെ അനുസ്മരണ സമ്മേളനവും അതോടനുബന്ധിച്ചിട്ട് പ്രൊഫസർ കെ സച്ചിദാനന്ദന് പുരസ്കാര സമർപ്പണം നടത്തുന്ന ഈ വേദിയിൽ സച്ചിദാനന്ദൻ മാഷ്കളുടെ കവിതകളുടെ അവതരണമാണ് ആദ്യം നടക്കുന്നത്. കാര്യപരിപാടി എന്ന നിലയിൽ ആദ്യമായി കവിത ചൊല്ലുന്നതിന് മലയാളത്തിൻ്റെ പ്രിയ കവിയായ പ്രൊഫസർ KB മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൊഫസർ വി അരവിന്ദാക്ഷൻ്റെ മരണം എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ശൂന്യത ഉളവാക്കി. കാരണം പലപ്പോഴും സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ഞാൻ പലപ്പോഴും ഫോണിലൂടെ വിളിച്ച് നിവാരണം നടത്തിയിരുന്നത് പ്രൊഫസർ അരവിന്ദാക്ഷനിലായിരുന്നു. അതുമാത്രമല്ല, ഞാൻ കേരളോർമ്മ കോളേജിലേക്ക് മാഷിൻ്റെ ആ ഇടവഴിയിൽ കൂടെ പോകുമ്പോൾ അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ആ വീട്ടിൽ കയറും. അപ്പോൾ മാഷ് അവിടെ ആ മുൻവശത്ത് ചാരുകസേരയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ചിലപ്പോഴൊക്കെ ചെല്ലുമ്പോൾ തന്നെ മാഷ് പറയും, എടോ എനിക്ക് സൗകര്യമില്ല, താൻ പൊക്കോളം പറയും. മാഷിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, ഒരു വെട്ട് രണ്ട് മുറി, ഒരു വിട്ടുവീഴ്ചയില്ല. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. ചിലപ്പോൾ മാഷ് എന്നെ എൻ്റർടൈൻ ചെയ്ത് അവിടെ ഇരുത്തി സംസാരിക്കും ഒരു അരമണിക്കൂർ. അത് കഴിയുമ്പോൾ പറയും പൊക്കോളം പറയും. അപ്പോൾ ഞാൻ ഒരിക്കൽ മാഷിനോടൊരു ചോദ്യം ചോദിച്ചു. മാഷിന് ഒരേ ഒരു എഴുത്തുകാരനെ തിരഞ്ഞെടുക്കാൻ മാത്രം ഒരു അവസരം കിട്ടിയാൽ, എന്ന് പറഞ്ഞാൽ ഒൺലി വൺ, ഒരേ ഒരു എഴുത്തുകാരനെ മാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി അവിടെ ബുക്ക് ഷെൽഫിൻ്റെ മുകളിൽ ഷേക്സ്പിയറിൻ്റെ പോർട്രേറ്റ് ചിത്രം ഇരിപ്പുണ്ടായി. അതുമേലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദാറ്റ് മാൻ വില്യം ഷേക്സ്പിയർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഷേക്സ്പിയറിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം നമസ്കരിച്ചു. ഇതിൽ യാതൊരു അത്ഭുതവും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത്, സച്ചിദാനന്ദൻ സാറ് ഷേക്സ്പിയറിൻ്റെ 154 ഗീതകങ്ങൾ, സോണറ്റ്സ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഒരു കുറച്ച് കവിതകൾ, സോണറ്റ്സാണ്, ഗീതകങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സച്ചിദാനന്ദൻ സാറ് ആദ്യത്തെ 60 ഗീതകങ്ങൾ പദ്യത്തിലും ബാക്കി 94 ഗീതകങ്ങൾ ഗദ്യത്തിലുമാണ് ചെയ്തത്.
അപ്പം ഞാൻ മാഷിനോടൊരിക്കൽ ചോദിച്ചു, മാഷിനിത് മുഴുവൻ പദ്യത്തിൽ ചെയ്യാമായിരുന്നില്ല, അതല്ലേ കൂടുതൽ നല്ലതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, തൻ്റെ അഭിപ്രായം വളരെ ശരിയാണ്, പക്ഷേ പബ്ലിഷർ DC ബുക്സ് എനിക്ക് സമയം തന്നില്ല. ഞാൻ അവരോട് യാചിച്ചു, എനിക്കൊരു 3 മാസം തന്നാൽ ഞാനിത് മുഴുവൻ പദ്യത്തിൽ ചെയ്തു തരാം. അവർ പറഞ്ഞു, നോ പുസ്തകം ഏതൊരു കൊല്ലം ഇന്ന മാസത്തിൽ ഇറക്കണം. അങ്ങനെ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മാഷിന് ഇനിയും തിരുത്താമല്ലോ, മാഷിന് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇഷ്ടം പോലെ സമയമില്ല, അതാണ് പ്രശ്നം. എനിക്ക് ഓരോ പ്രോജക്റ്റുകൾ എനിക്കിങ്ങനെ വരികയാണ്, അതുകൊണ്ട് ബാക്കി 94 എന്നെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ പദ്യത്തിലാക്കും. എന്നിട്ട് ഷേക്സ്പിയർ ഗീതകങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കുമെന്ന് 2001 അദ്ദേഹം എനിക്ക് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കൊല്ലം 15 കടന്നുപോയി, ഇനിയത് നിറവേറുമെന്ന് എനിക്കും വലിയ പ്രതീക്ഷയില്ല. അതവിടെ നിൽക്കട്ടെ. എങ്ങനെയായാലും മാഷ് ഈ ഗീതകങ്ങൾക്ക് മനോഹരമായൊരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രസക്തമായൊരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. തർക്കമില്ലാത്തൊരു കാര്യം, ഒരുപക്ഷെ ഈ കവിതകളുടെ കാവ്യഗുണമാണ്. നാടകത്തിലെന്ന പോലെ ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും ദ്വയാർത്ഥ പ്രയോഗവും പുരാണ പരാമർശവും എല്ലാ ഗീതകങ്ങളിലും ഉണ്ട്. ഗീതകങ്ങൾ മാത്രമേ രചിച്ചിരുന്നുള്ളൂ എങ്കിലും ഷേക്സ്പിയർ ഓർമ്മിക്കപ്പെട്ടേനെ. പക്ഷേ ഇന്നു നാം അറിയുന്ന വിശ്വസാഹിത്യ പ്രതിഭ നാടകങ്ങളുടെ അപ്രതിമമായ കാന്തിയും ശക്തിയുമുള്ള കാവ്യനാടകങ്ങളുടെ സൃഷ്ടിയാണ്. അദ്ദേഹം അവയുടെ സൃഷ്ടാവാണ് എന്നു നാം പറയാറുണ്ടെങ്കിലും. ഇനി ഞാൻ ചില ഗീതകങ്ങൾ അവതരിപ്പിക്കാം. സോണറ്റ് നമ്പർ 60. തിരകൾ ചരലാർന്ന തീരത്തേക്കായും പോലെ തിരക്കിട്ടന്ത്യം തേടും നമ്മുടെ നിമിഷങ്ങൾ. മുന്നിലുള്ളവ വേഗം പിന്നിലാക്കിയിട്ട് അവ ഒന്നൊന്നായി മുന്നേറുന്നു മത്സരിച്ച് അധ്വാനത്തിൽ. ജനനം വെളിച്ചത്തിൻ നടുവിൽ വന്നാൽ പിന്നെ ഇഴഞ്ഞു മുന്നേറുന്നു പ്രായപൂർത്തിയിലേക്കായി. അവിടെ മുടിചൂടിയിരിക്കെ തുടങ്ങുന്നു പതനം പ്രായത്തിൻ്റെ കീർത്തികൾ കെടുത്തുവാൻ. കാലം തൻ വരദാനം തിരികെ എടുക്കുന്നു, താരുണ്യമതിൽ പ്രസരിപ്പ് മായ്ക്കുന്നു കാലം. ലാവണ്യമതിൽ നെറ്റിച്ചാലുകൾ കീറിയിടുന്നു. പ്രകൃതിയുടെ അപൂർവതകൾ ഭക്ഷിക്കുന്ന അരിവാൾ അതിന്നരിയാത്തതായില്ലൊന്നും. ഒരു വസ്തുവുമില്ല അതിൻ്റെ അരിവാളിനരിഞ്ഞു വീഴ്ത്താൻ കഴിയാത്തതായി. എങ്കിൽ കൂടി നിലകൊണ്ടിടും വരും കാലവും നിന്നെ കീർത്തിച്ചിടുമെൻ കവിതകൾ ക്രൂരമാകിലും കാലം. ഇതിങ്ങനെ വായിച്ചപ്പോൾ, ഇത് പ്രോസ് പോലെ ഞാൻ വായിച്ചെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊക്കെ കവിതയുമായിട്ട് അടുപ്പമുള്ളവർക്കറിയാം, ഇത് കേക എന്ന് പറയുന്ന വൃത്തത്തിലാണ് മാഷി തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത്. മാഷ് ഈ ആദ്യത്തെ 60 കവിതകൾ കേക എന്ന മലയാള വൃത്തത്തിലേക്കാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഈണത്തിൽ ചൊല്ലാം. തിരകൾ ചരലാർന്ന തീരത്തേക്കായും പോലെ തിരക്കിട്ട് അന്ത്യം തേടും നമ്മുടെ നിമിഷങ്ങൾ. മുന്നിലുള്ളവ വേഗം പിന്നിലാക്കിയിട്ട് അവയൊന്നൊന്നായി മുന്നേറുന്നു മത്സരിച്ച് അധ്വാനത്തിൽ. ജനനം വെളിച്ചത്തിൻ നടുവിൽ വന്നാൽ പിന്നെ ഇഴഞ്ഞു മുന്നേറുന്നു പ്രായപൂർത്തിയിലേക്കായി. അവിടെ മുടിചൂടിയിരിക്കെ തുടങ്ങുന്നു പതനം പ്രായത്തിൻ്റെ കീർത്തികൾ കെടുത്തുവാൻ. കാലം തൻ വരദാനം തിരികെ എടുക്കുന്നു, താരുണ്യമതിൽ പ്രസരിപ്പുമായ്ക്കുന്നു കാലം. ലാവണ്യമതിൽ നെറ്റിച്ചാലുകൾ കീറിയിടുന്നു. പ്രകൃതിയുടെ അപൂർവതകൾ ഭക്ഷിക്കുന്ന
അരിവാളതിന്നറിയാത്തതായില്ലൊന്നും. ഒരു വസ്തുവുമില്ല അതിൻ്റെ അരിവാളിന് അരിഞ്ഞു വീഴ്ത്താൻ കഴിയാത്തതായി. എങ്കിൽ കൂടി നിലകൊണ്ടിടും വരും കാലവും നിന്നെ കീർത്തിച്ചിടും എൻ കവിതകൾ ക്രൂരമാകിലും കാലം. 106-ാമത്തെ സോണറ്റാണ്. അതുകൊണ്ട് തന്നെ അത് പദ്യത്തിലല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഗദ്യത്തിലാണ്. അത് ഞാനിവിടെ വായിക്കാം. ഭൂതകാലത്തിൻ്റെ ചരിത്രരേഖകളിൽ അഴകേറിയവരുടെ വർണ്ണനകൾ കാണുമ്പോൾ മരിച്ചുപോയ സ്ത്രീകളുടെയും സുന്ദരരായ സൈനികരുടെയും പ്രശംസ പോയ കാലത്തെ കവിതയ്ക്ക് അഴകേറ്റുന്നത് കാണുമ്പോൾ കൈ, കാൽ, ചുണ്ട്, കണ്ണ്, നെറ്റി എന്നിങ്ങനെ ലാവണ്യത്തിൻ്റെ മനോഹരമായ പ്രത്യംഗ വർണ്ണനകൾ കാണുമ്പോൾ എനിക്കറിയാം അവരുടെ പ്രാചീനമായ തൂലിക നിൻ്റേതുപോലത്തെ സൗന്ദര്യമാകണം ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ചത്. അതെ, അവരുടെ പ്രശംസകളെല്ലാം നമ്മുടെ കാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു. എല്ലാം നിന്റെ ആകാരം മുൻകൂട്ടി കണ്ടു. പ്രവചനശക്തമായ കണ്ണുകൾ കൊണ്ടാണ് അവർ നോക്കിയിരുന്നതെങ്കിലും നിന്റെ മഹത്വം പ്രകീർത്തിക്കാൻ മാത്രം ഒരു മാതൃക അവർക്കുണ്ടായിരുന്നില്ല. ഇന്ന് ഈ വർത്തമാനകാലത്തിൻ്റെ സാക്ഷികളായ ഞങ്ങൾക്കോ കണ്ട് വിസ്മയിക്കാൻ കണ്ണുകളുണ്ട്, പക്ഷേ പ്രകീർത്തിക്കാൻ നാവുകളില്ല. ഇനി വളരെ പ്രശസ്തമായ ഒരു സോണറ്റാണത്, സോണറ്റ് നമ്പർ 30. അതിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷിലുള്ള 2 വരികൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. When to the sessions of sweet silent thoughts I summon up remembrance of things past. അപ്പോൾ റിമംബറൻസ് ഓഫ് തിങ്സ് പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായൊരു നോവലിൻ്റെ പേരാണ്. അപ്പോൾ ആ കവിത ഞാൻ അവതരിപ്പിക്കാം. മധുരം മൂകം ചിന്താവേളകളിലേക്കു ഞാൻ വിളിച്ചു വരുത്തിടും പൊയ്പോയ കാര്യങ്ങൾ തൻ സ്മൃതികൾ. കൊതിച്ചത് പലതും കിടയാഞ്ഞ് നെടുവീർപ്പിടും. വിലപിച്ചിടും അപ്പോഴെൻ്റെ സമയം പാഴാകുന്നതോർത്ത് എൻ്റെ പുതിയതാം വ്യസനം പഴകിയ വ്യസനങ്ങളോടൊപ്പം. കണ്ണീരിലാഴ്ത്താം അപ്പോൾ കരഞ്ഞ് പരിചയമില്ലാത്ത മിഴികളെ മൃദിതൻ തീയതികളില്ലാത്ത രചനയിൽ മറഞ്ഞോരമൂല്യരാം നല്ല സ്നേഹിതരുടെ ഓർമ്മയിൽ. കരഞ്ഞിടാം പിന്നെയും പണ്ടേ പേരുവെട്ടിയ പ്രേമത്തിനെ ചൊല്ലി. പോയി മറഞ്ഞുള്ള കാഴ്ചകളുടെ നഷ്ടമെണ്ണി ആയിടുമെനിക്കപ്പോഴൻ പൊയ്പോയതാം സങ്കടങ്ങളെ ചൊല്ലി സങ്കടപ്പെടാൻ. കടം പണ്ടു വീട്ടിയില്ലെന്ന പോൽ വീണ്ടും വീട്ടും പോലെ പണ്ടെന്നോ വിലപിച്ച വ്യഥകളുടെ കഥ എണ്ണുവാൻ ഓരോന്നോരോന്നായി ശോകഭാരത്തോടെ. എങ്കിലും അപ്പോൾ നിന്നെ ഓർക്കുകിൽ പ്രിയ തോഴ വന്നെത്തും നഷ്ടപ്പെട്ടതൊക്കെ ആധികൾ തീരും. ഇനി ഞാനതിൻ്റെ ഈണത്തിൽ ചൊല്ലാം. മധുരം മൂകം ചിന്താവേളകളിലേക്കു ഞാൻ വിളിച്ചു വരുത്തിടും പൊയ്പോയ കാര്യങ്ങൾ തൻ സ്മൃതികൾ. മധുരം മൂകം ചിന്താവേളകളിലേക്കു ഞാൻ വിളിച്ചു വരുത്തിടും പൊയ്പോയ കാര്യങ്ങൾ തൻ സ്മൃതികൾ. കൊതിച്ചതു പലതും കിടയാഞ്ഞു നെടുവീർപ്പിടും. വിലപിച്ചിടുമപ്പോൾ എൻ്റെ സമയം പാഴാകുന്നതോർത്ത് എൻ്റെ പുതിയതാം വ്യസനം പഴകിയ വ്യസനങ്ങളോടൊപ്പം. കണ്ണീരിലാഴ്ത്താമപ്പോൾ കരഞ്ഞു പരിചയമില്ലാത്ത മിഴികളെ മൃദിതൻ തീയതികളില്ലാത്ത രജനിയിൽ മറഞ്ഞോരമൂല്യരാം ഓർമ്മയിൽ. കരഞ്ഞിടാം പിന്നെയും പണ്ടേ പേരുവെട്ടിയ പ്രേമത്തിനെ ചൊല്ലി. പോയി മറഞ്ഞുള്ള കാഴ്ചകളുടെ നഷ്ടമെണ്ണി ആയിടുമെനിക്കപ്പോൾ
എൻ പോയതാം സങ്കടങ്ങളെ ചൊല്ലി സങ്കടപ്പെടാൻ. കടം പണ്ടു വീട്ടിയില്ലെന്ന പോൽ വീണ്ടും വീട്ടും കടം പോലെ. പണ്ടെന്നോ വിലപിച്ച വ്യഥകളുടെ കഥ എണ്ണുവാൻ ഓരോന്നോരോന്നായി ശോകഭാരത്തോടെ. എങ്കിലും അപ്പോൾ നിന്നെയോർക്കുകിൽ പ്രിയതോഴ, വന്നെത്തും നഷ്ടപ്പെട്ടതൊക്കെ ആധികൾ തീരും. ഇനി അവസാനമായിട്ട് ഇതുവരെ വായിച്ചത് ഷേക്സ്പിയറിൻ്റെ ഗീതകങ്ങളാണല്ലോ. ഇനി സച്ചിദാനന്ദൻ്റെ ഒരു ഗീതവും കൂടി ഞാൻ വായിക്കാം. ഇത് അദ്ദേഹത്തിൻ്റെ തഥാഗതം എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഒരു ഗീതം എന്നാണ്. പക്ഷെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇതൊരു ഗീതകമാണ്. കാരണം 14 വരിയുണ്ട്. ഇനി ശരിക്കും ആ ഷേക്സ്പിയർ ഗീതകത്തിൻ്റെ സ്ട്രക്ചർ പോലും ഇതിൽ കാണാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഷേക്സ്പിയറിൻ്റെ ഗീതകത്തിൽ ആദ്യത്തെ 12 വരിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയും. അത് കഴിഞ്ഞ് അവസാനത്തെ ആ 2 വരിയിൽ ഒരു തരം സർപ്രൈസ് അല്ലെങ്കിൽ ട്വിസ്റ്റ്, ആശ്ചര്യഭരിതമായ വിസ്മയം ഒളിച്ചു വച്ചിട്ടുള്ള ഒരു എൻഡിങ്ങിലാണത് തീരുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു ഭംഗി കൊടുക്കുന്നത് അതിന്. അതുപോലെ ഈ കവിതയിലും നമുക്കത് കാണാം. ഒരു ഗീതം. ഏറെയുണ്ടൻ തോട്ടത്തിൽ പൂവുകൾ, അതിലേറ്റം മോഹനമേതെന്നു ഞാൻ എങ്ങനെ ചൊല്ലും തോഴി. പൂവുകൾ അതിലേറ്റം മോഹനമേതെന്നു ഞാൻ എങ്ങനെ ചൊല്ലും തോഴി. നല്ലതു പനിനീരെന്നോതുകിൽ പിണങ്ങുമേ മുല്ല, എന്നെപ്പോൽ ശുഭ്രയാരെന്ന് കലഹിക്കും. നല്ലത് പനിനീരെന്നോതുകിൽ പിണങ്ങുമേ മുല്ല, എന്നെപ്പോൽ ശുഭ്ര ആരെന്ന് കലഹിക്കും. സുന്ദരി ജമന്തിയെന്നൊന്നുരിയാടിപ്പോയാൽ ചെമ്പകം തൻ പൊന്മേനി കാണിച്ച് രോഷം കൊള്ളും. സുന്ദരി ജമന്തിയെന്ന് ഒന്നുരിയാടിപ്പോയാൽ ചെമ്പകം തൻ പൊന്മേനി കാണിച്ച് രോഷം കൊള്ളും. മന്ദാരം മനോഹരിയെന്ന് ചൊല്ലുകിൽ തുമ്പ തൻ്റെ കൊച്ചരിപ്പല്ല് കടിച്ച് കോപം കാട്ടും. മന്ദാരം മനോഹരിയെന്ന് ചൊല്ലുകിൽ തുമ്പ തൻ്റെ കൊച്ചരിപ്പല്ല് കടിച്ച് കോപം കാട്ടും. പട്ടുപോലിതളുള്ള താമര തന്നെ നന്നെന്നൊക്കുകില്ലോതാൻ ചെമ്പരത്തിതൻ നിറം മാറും. പട്ടുപോലിതളുള്ള താമര തന്നെ നന്ന് എന്ന് ഒക്കുകില്ലോതാൻ ചെമ്പരത്തിതൻ നിറം മാറും. ശംഖുപുഷ്പത്തെ സ്തുതിച്ചിടുകിൽ കാശിത്തുമ്പ ഷണ്ഠകൂടിടും പലവർണ്ണത്തിൽ കൊടിനാട്ടി. ശംഖുപുഷ്പത്തെ സ്തുതിച്ചിടുകിൽ കാശിത്തുമ്പ ഷണ്ഠകൂട്ടിടും പലവർണ്ണത്തിൽ കൊടിനാട്ടി. ഏറെയുണ്ടൻ തോട്ടത്തിൽ പൂവുകൾ, അതൊക്കെയും മോഹനം, പക്ഷേ നിന്നോടൊക്കുകില്ലൊരു പൂവും. ഏറെയുണ്ടൻ തോട്ടത്തിൽ പൂവുകൾ, അതൊക്കെയും മോഹനം, പക്ഷേ നിന്നോടൊക്കുകില്ലൊരു പൂവും. മലയാളിക്കും തൃശ്ശൂരും പൊതുവിൽ പരിചിതനായ രാജൻ നെല്ലായിയാണ് അടുത്ത കവിത ചൊല്ലുന്നത്. ഗാന്ധി എന്ന സച്ചിദാനന്ദൻ മാഷ്ടറുടെ കവിതകളിൽ നിന്നാണ്. രാജൻ നെല്ലായിയുടെ ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഗാന്ധി എന്നുള്ളത് മാഷ്ടറുടെ കവിതയല്ല, മാഷ്ടറുടെ നാടകമാണ്. ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിഭജനത്തിന് ശേഷം
ആ വിഭജനത്തെ ഗായക സംഘങ്ങളിലൂടെ ഗായകസംഘം ആ വിഭജനത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്ന് നാടകത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആ കവിതയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. കത്തി കൊണ്ടെന്ന പോൽ വീടു പിളർന്നപ്പോൾ അച്ഛൻ മകനോടെന്തു പറഞ്ഞു. കത്തി കൊണ്ടെന്ന പോൽ വീടു പിളർന്നപ്പോൾ അച്ഛൻ മകനോടെന്തു പറഞ്ഞു. ഞാൻ വടക്കേപ്പുറം നീ തെക്കേപ്പുറം. അമ്മായി അമ്മമാരെന്തു പറഞ്ഞു. പോ മരുമക്കളെ പുത്തൻ വീട്ടിൽ. അമ്മായി അമ്മമാർ എന്തു പറഞ്ഞു. പോ മരുമക്കളെ പുത്തൻ വീട്ടിൽ. ഭൂമി കുലുങ്ങി നാടു പിളർന്നപ്പോൾ കാമുകൻ പെണ്ണിനോടെന്തു പറഞ്ഞു. ഇനി നമ്മൾ കാണില്ല കരളേ, ഇനി നമ്മൾ കാണില്ല കരളേ, നീ ഇവിടെങ്കിൽ. ഭൂമി കുലുങ്ങി നാടു പിളർന്നപ്പോൾ കാമുകൻ പെണ്ണിനോടെന്തു പറഞ്ഞു. ഇനി നമ്മൾ കാണില്ല കരളേ, നീ ഇവിടെങ്കിൽ. പട്ടികൾ പൂച്ചയോടെന്തു പറഞ്ഞു. ഭൗ ഭൗ പോടാ പോ പാകിസ്ഥാനിൽ. പട്ടികൾ പൂച്ചയോടെന്തു പറഞ്ഞു. ഭൗ ഭൗ പോടാ പോ പാകിസ്ഥാനിൽ. ചട്ടി കലത്തിനോടെന്തു പറഞ്ഞു. ചട്ടി കലത്തിനോടെന്തു പറഞ്ഞു. തറവാടി ഹിന്ദു ഞാൻ ഇവിടെ വീണുടയും. ചട്ടി കലത്തിനോടെന്തു പറഞ്ഞു. തറവാടി ഹിന്ദു ഞാൻ ഇവിടെ വീണുടയും. അവസാനമൊന്നിച്ചു ഫോട്ടോ എടുക്കുവാൻ അയൽവാസികൾക്കൊക്കെ അവസരം കിട്ടിയോ. അവസാനമായൊന്നിച്ചു ഫോട്ടോ എടുക്കുവാൻ അയൽവാസികൾക്കൊക്കെയും അവസരം കിട്ടിയോ. അയൽവാസിക്ക് അയൽവാസി ശത്രുവായാൽ അയൽപ്പക്കം കടലു വിഴുങ്ങിയാലെന്ത്. അയൽവാസിക്ക് അയൽവാസി ശത്രുവായാൽ അയൽപ്പക്കം കടലു വിഴുങ്ങിയാലെന്ത്. രണ്ടായി പിളർന്നു ചുവരുകളെല്ലാം, രണ്ടായി പിളർന്നു മേൽക്കൂര, രണ്ടായി പിളർന്നു തലച്ചോറും നട്ടെല്ലും, രണ്ടായി പിളർന്നു ഹൃദയങ്ങൾ. വലതു കൈ ഇടതു കൈയോടു പറഞ്ഞു. പോകട്ടെ പോകട്ടുടപ്പിറപ്പേ. രണ്ടായി പിളർന്നു ചുവരുകളെല്ലാം, രണ്ടായി പിളർന്നു മേൽക്കൂര, രണ്ടായി പിളർന്നു തലച്ചോറും നട്ടെല്ലും, രണ്ടായി പിളർന്നു ഹൃദയങ്ങൾ. വലതു കൈ ഇടതു കൈയോടു പറഞ്ഞു. പോകട്ടെ പോകട്ടുടപ്പിറപ്പേ. വലതു കണ്ണിടതു കണ്ണോടു പറഞ്ഞു. ഇതിലെ ഞാൻ അതിലെ നീ കൂട്ടുകാരി. വലതു കണ്ണിടതു കണ്ണോടു പറഞ്ഞു. ഇതിലെ ഞാൻ അതിലെ നീ കൂട്ടുകാരി. ഒരു ചെവി മറുചെവിയോടു പറഞ്ഞു. ഇരുചെവി അറിയാതെ ഇണപിരിഞ്ഞാലോ. ഒരു ചെവി മറുചെവിയോടു പറഞ്ഞു. ഇരുചെവി അറിയാതെ ഇണപിരിഞ്ഞാലോ. ഒരു കാൽ പടിഞ്ഞാറോട്ടൊരു കാൽ കിഴക്കോട്ടും വഴി താണ്ടാനാവാതെ കുഴയുന്നു നാട്ടാർ. ഒരു കാൽ പടിഞ്ഞാറോട്ടൊരു കാൽ കിഴക്കോട്ടും വഴി താണ്ടാനാവാതെ കുഴയുന്നു നാട്ടാർ. ഇത് വിഭജനം. മറ്റൊരു ചെറിയ കവിത ജൂൺ മാസത്തിലെ ജൂലൈ മാസത്തിലെ മാതൃഭൂമി ലക്കത്തിൽ ഒരു ഇന്ത്യൻ കവിയുടെ സത്യവാങ്മൂലം
എന്ന ഒരു അഭിമുഖ ജീവചരിത്രത്തിൻ്റെ മാഷ്ടെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചു. അതോടൊപ്പം തന്നെ അതിൽ 3 കവിതകളുണ്ടായിരുന്നു. ഒന്ന് അച്ഛൻ ഇരുന്നിടം, മറ്റൊന്ന് എൻ്റെ നാട്ടിൻപുറത്തോട്, മറ്റൊന്ന് 70 എന്ന് പറയുന്ന കവിത. ഇതിൽ 70 എന്ന കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. 70 ആരുണ്ട് താങ്ങിനായി, 70 ഉണ്ടായ കൂട്ടുകാരോ, 70 ആരുണ്ട് താങ്ങിനായി, 70 ഉണ്ടായ കൂട്ടുകാരോ, അതിനു മുൻപതിനു പിൻപുള്ളോരാണോ, അതുമല്ലിനിയും വരുന്നോരാണോ, അതിനു മുൻപതിനു പിൻപുള്ളോരാണോ, അതുമല്ലിനിയും വരുന്നോരാണോ. 70 മലയും മഴയുമുണ്ട്, പഴുതാര പൂത്തുമ്പി ചെമ്പരത്തി, പഴയോർ ചവച്ചോരു പാട്ടുചെല്ലം, പുതിയവർ വാഴ്ത്തിയ വീഞ്ഞുപാത്രം. 70 മലയും മഴയുമുണ്ട്, പഴുതാര പൂത്തുമ്പി ചെമ്പരത്തി, പഴയോർ ചവച്ചോരു പാട്ടുചെല്ലം, പുതിയവർ വാഴ്ത്തിയ വീഞ്ഞുപാത്രം. പിറനാടിൻ വയൽ കുളം കാവ് നോവ്, പല നാടിൻ നീണം മണങ്ങൾ. പിറനാടിൻ വയൽ കുളം കാവ് നോവ്, പല നാടിൻ നീണം മണങ്ങൾ. 7 കടലും കടന്നുപോം വാക്ക്, നീലക്കൊടുവേലി പോലെ പടർന്ന നോക്ക്. 7 കടലും കടന്നുപോം വാക്ക്, നീലക്കൊടുവേലി പോലെ പടർന്ന നോക്ക്. ഇണ തന്ന ചോറ്, മക്കൾ തന്ന നീര്, മലയാളമതിലിട്ട മുളകുമുപ്പും. ഇണ തന്ന ചോറ്, മക്കൾ തന്ന നീര്, മലയാളമതിലിട്ട മുളകുമുപ്പും. കൊഴിയുന്ന മെയ്യിലുമൂറി നിൽക്കും പ്രണയത്തിൻ കാട്ടുതേൻ, കനിവിൻ കോപം ഉടൽ വെന്തു പോകും വരേക്കും, ലോകക്കെടുതിക്കെതിർപ്പോകും ചെറിയ ശബ്ദം. കൊഴിയുന്ന മെയ്യിലൂടൂറി നിൽക്കും പ്രണയത്തിൻ കാട്ടുതേൻ, കനിവിൻ കോപം ഉടൽ വെന്തു പോകും വരേക്കും, ലോകക്കെടുതിക്കെതിർപ്പോകും ചെറിയ ശബ്ദം. ഇരുളിലും ഒരു നാൾ മനുഷ്യർ മണ്ണും കവിതയും പങ്കിടുമെന്ന സ്വപ്നം. ഇരുളിലും ഒരു നാൾ മനുഷ്യർ മണ്ണും കവിതയും പങ്കിടുമെന്ന സ്വപ്നം. ഇതുപോരും വരം ഇനിയുള്ള അല്പം വഴി താണ്ടാൻ, ഇതുപോരും വരം ഇനിയുള്ളൊരൽപ്പം വഴി താണ്ടാൻ, വേണ്ട എനിക്കു മോക്ഷം. ഇതുപോരും വരം ഇനിയുള്ളൊരൽപ്പം വഴി താണ്ടാൻ, വേണ്ട എനിക്കു മോക്ഷം. നന്ദി. ശക്തൻ തമ്പുരാൻ കോളേജിലെ TK അജിത എന്ന ഇംഗ്ലീഷ് അധ്യാപികയായ അജിത ടീച്ചറാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന സച്ചിദാനന്ദൻ്റെ കവിത ഇവിടെ ആലപിക്കുന്നത്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്നു ഞാൻ അറിയുന്നു. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് ഞാൻ അറിയുന്നു. പറക്കുന്നു കുതിരകൾ എഴുത്താണിത്തുമ്പിലൂടെ, പൊളിക്കുന്നു കുളമ്പാടി പനയോലത്തടിപ്പാലം. പനയോലയ്ക്കുള്ളിൽ പച്ചത്തഴപ്പാർന്ന സ്മരണകൾ ഉണങ്ങിയ ഞരമ്പിൻ്റെ ജഡത്തിൽ നിന്നുയരുന്നു.
പനയോലക്കാമ്പിൽ ദശരഥവ്യത പതയുന്നു. മിഥിലയിലൊരു വില്ലു തകരുന്നു. കൈകേയിക്ക് വ്രണം വന്നു പഴുക്കുന്നു. പനയോലക്കണ്ണിൽ പഞ്ചവടികൾ നിന്നുലയുന്നു. പനയോല പതറുന്നു. എഴുത്തച്ഛനുറങ്ങുവാൻ കിടക്കുന്നു. തിരിയുന്നു മറയുന്നു. മയക്കം വിട്ടുണർന്നു വന്നെഴുത്താണിയെടുക്കുന്നു. പനയോലയെല്ലിൽ നിന്നും നടന്നടുക്കുന്നു. ശൂർപ്പണഖയുടെ നഖങ്ങൾ താടക കാമക്കരിങ്കൺകൾ. പനയോലക്കുടലിലോ പഴുത്തോരു കൊടുങ്കാറ്റും മഴയും വന്നുണരുന്നു. പനയോലക്കടലിലെ ഇരുട്ടിന് തലപത്തും തളിർക്കുന്നു. എഴുത്താണി മുനയിലൂടൊരു പൊന്മാൻ കളിക്കുന്നു. അനുസ്വാരം വിതുമ്പിപ്പോം വെളിച്ചത്തെ സ്വരങ്ങൾ തൻ ചിറകുകൾ പറത്തുന്നു. വ്യഞ്ജനങ്ങൾ അശോകങ്ങളായി കിളിർക്കുന്നു. അശോകത്തിൻ കീഴിൽ ചില്ലക്ഷരങ്ങളിൽ ശോകം വന്നു പുകയുന്നു. പനയോല വിളറുന്നു. എഴുത്താണിത്തുമ്പിലൂടെ ശിശിരങ്ങളണയുന്നതെഴുത്തച്ഛനറിവീല. പറയുന്നതെഴുത്താണി പകർത്തുന്നു പനയോല. പകലിരവുകളുടെ ചിറകടി പോലും കേൾപ്പില്ലെഴുത്തച്ഛൻ. ജലപാനം കഴിക്കുന്നില്ലെഴുത്തച്ഛൻ. ഉറങ്ങുന്നില്ലെഴുത്തച്ഛൻ. ഉണരുന്നില്ലെഴുത്തച്ഛൻ. വയറെരിഞ്ഞടങ്ങുന്നു. കുടലുകൾ ദഹിക്കുന്നു. എഴുത്താണിത്തഴമ്പാർന്നോരെഴുത്തച്ഛന കയ്യുമാത്രം ചിതൽ പുറ്റിനകത്തു നിന്നുണരുന്നു. ചലിക്കുന്നു. അകക്കണ്ണിൻ ശൂലം വന്ന് പുറംകണ്ണു പൊടിക്കുന്നു. വിരാമചിഹ്നത്തിനു വാൽ മുളയ്ക്കുന്നു. കടൽ ചാടി പ്രണയ ദൗത്യവുമായി പറക്കുന്നു. ചോദ്യചിഹ്നം വിനയത്താൽ സുഗ്രീവനായി കുനിയുന്നു. കടലിനു ചിറയായ ആശ്ചര്യചിഹ്നം കുറുകുന്നു. എഴുത്തച്ഛനെരിയുന്നു. എഴുത്താണി മാത്രം നീക്കം തുടരുന്നു. പനയോലയക്കത്തിൽ നിന്നും പടഹങ്ങൾ പടരുന്നു. പനയോല ഞരമ്പിലോ പടയണി നുരയുന്നു. പനയോല സിരയമ്പ് പെയ്തു പെയ്തു തുടുക്കുന്നു. നിശപത്തും പിടയ്ക്കുന്നു. വെളിച്ചത്തിൻ കൊടുഞ്ചൂടിൽ പനയോല കരിയുന്നു. പനയോല ചാമ്പലിന്മേൽ ഒരു തുള്ളി കണ്ണീരിന്മേൽ എഴുത്തച്ഛനിരിക്കുന്നു. എഴുത്താണിത്തഴം വാർന്ന കൈപ്പടത്തിൽ തല താങ്ങി എഴുത്തച്ഛനിതാ പച്ചക്കിരിക്കുന്നു. എഴുത്താണി തപ്പിപ്പിടിച്ചെടുക്കുന്നു. ഉണങ്ങിയ പനയോലത്താളിൽ സീത തലകുനിച്ചിരിക്കുന്നു. അവമതി സഹിക്കാഞ്ഞു നിലവിളിച്ചലറുന്നു. അവളുടെ മാനം കാക്കാൻ പനയോല പിളരുന്നു. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്നെനിക്കറിയാം. എഴുത്തച്ഛനായി മാറുന്നു. പിന്നെ അച്ഛനെഴുത്തായും. എഴുത്തച്ഛനെഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം. എഴുത്തച്ഛനായി മാറുന്നു. പിന്നെ അച്ഛനെഴുത്തായും. പ്രിയമുള്ള അധ്യാപകരെ, സുഹൃത്തുക്കളെ, സച്ചിദാനന്ദൻ മാഷെ, വേദിയിലെ കൂട്ടുകാരെ, തീർച്ചയായും ഒരു ഓർമ്മയ്ക്കും ചലനത്തിനും ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് തോന്നുന്നു. അരവിന്ദാക്ഷൻ മാഷയുടെ ഓർമ്മ ഒരു ചലനമായി മാറുകയും
സച്ചിദാനന്ദൻ മാഷെ പോലെയുള്ള ആളുകളുടെ എഴുത്തുകൾ, പ്രഭാഷണങ്ങൾ, വരകൾ ഒക്കെ ഒരു പ്രവർത്തനമായി മാറുന്നൊരു മുഹൂർത്തം. ഒരർത്ഥത്തിൽ ലോകം വലിയ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു ഇന്ത്യയുടെ നിർമ്മിതിയിലാണ് അധികാരികൾ നിൽക്കുന്നത്. ഈ അധികാരത്തോട് വലിയ മട്ടിൽ സമരം ചെയ്യുകയും ആ സമരത്തിൽ തൻ്റെ കൃത്യമായ നിലപാടുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരർത്ഥത്തിൽ കവി എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ സാംസ്കാരികതയുടെ ബഹുത്വങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്ന ശേഷിയുള്ള ഒരാളെന്ന നിലയിലാണ് സച്ചിദാനന്ദൻ മാഷിനെ ഞാൻ നോക്കിക്കാണുന്നത്. മാഷ് പറയുന്നൊരു വരിയുണ്ട്, എങ്കിലും മനുഷ്യർക്ക് മൃദുലമായി സംസാരിക്കാൻ കഴിയുന്നൊരു കാലത്തിന് വേണ്ടിയാണ് ഞാൻ പാടുന്നത്. ഇതൊരിടവേള മാത്രമാണെന്ന് നമുക്കറിയാം. പൂവുകളെക്കുറിച്ച് പാടാവുന്ന സമയം വരും, അപ്പോൾ എല്ലാ മനുഷ്യരും കവികളാവും. അങ്ങനെ ഇന്ത്യയിൽ ആകമാനമുള്ള മനുഷ്യരെ കവികളാക്കി മാറ്റിയെടുക്കാനുള്ള വലിയ ശേഷിയുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് സച്ചിദാനന്ദൻ മാഷിൻ്റെ എഴുത്തുകൾ, പ്രഭാഷണങ്ങളൊക്കെ, ഫാസിസത്തിനെതിരെയുള്ള വലിയ വിപ്ലവ മുന്നേറ്റങ്ങളൊക്കെ നടക്കുന്നത് എന്ന് കാണുവാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരുപക്ഷെ മലയാളം ലോകത്തിന് നൽകിയ ഒരു ആകാശമാണ് സച്ചിദാനന്ദൻ. ലോകം മലയാളത്തിലേക്ക് കടത്തപ്പെട്ട അക്ഷരഭൂമിയുടെ ഒരു ഉത്സവത്തിൻ്റെ പേരും സച്ചിദാനന്ദൻ എന്നു തന്നെയാണ്. സച്ചിദാനന്ദൻ്റെ കവിതയിലേക്ക് കടക്കുകയെന്നാൽ ഇന്ത്യയിൽ ആകമാനം സഞ്ചരിക്കുക എന്നതാണ് അർത്ഥം. ലോകത്തിൻ്റെ വൈവിധ്യങ്ങളിലേക്ക് ഒരു കണ്ണ് തുറന്നിരിക്കുന്നത് പോലെ മഹാനഗരങ്ങളുടെ കൂറ്റൻ റോഡുകളിലൂടെ മാത്രമല്ല, വിളുമ്പുകളുടെ അടഞ്ഞ തെരുവുകളിലേക്കും കറത്തൊട്ടിയ മനുഷ്യൻ്റെ ദയനീയ മുഖങ്ങളിലേക്കും നമ്മൾ നടന്നെത്തുന്നു എന്നതാണ്. അതുകൊണ്ട് സച്ചിദാനന്ദൻ മാഷിനെ വായിച്ച ഒരാളിൻ്റെ കാതിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം തുറന്നു വച്ചൊരു കണ്ണ്, തുറന്നു വച്ചൊരു ചെവി സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ജാഗ്രതയോടെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അപാരമായ, സൂക്ഷ്മമായ, ബഹുത്വം പങ്കിടുന്ന കവിതയുടെ ഇടപെടലുകളായി ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഈ ജീവസ്നേഹി. അതിനാൽ ലോകം കാണാതെ നമുക്ക് തിരിച്ചു നടക്കാനാവില്ല. സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിതയെ കണ്ട ഒരു കണ്ണിനും ധ്യാനത്തിലേർപ്പെടാനാകില്ല, ഒരു കാതിനും നിശബ്ദതയെ സ്വീകരിക്കാനാവില്ല. ചലിക്കുന്നവൻ്റെ ഉന്മത്തതയാണ് സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിത. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എല്ലാ ഫാസിസ്റ്റുകളും ഒരുപക്ഷെ സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിതകളിലൂടെ കടന്നുപോയാൽ ഇത്തരം മനോഭാവങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം തീർച്ചയായും ഉണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന ഒരു കവിത ചൊല്ലുന്നു, കോഴിപ്പങ്ക്. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ കൂർമ്പൻ കൊക്കെനിക്കുതരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ ചെമ്പൻ പൂവെനിക്കുതരിൻ, കുന്നിക്കുരു കണ്ണെനിക്കുതരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ പൊന്നിൻ കാലെനിക്കുതരിൻ, എള്ളിൻ പൂവിരലെനിക്കുതരിൻ, കരിമ്പിൻ നഖമെനിക്കുതരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ തുടിയുടലെനിക്കുതരിൻ, ശംഖിൻ കുരലെനിക്കുതരിൻ, കുഴൽ കരളെനിക്കുതരിൻ, തമ്പുരു കുടലെനിക്കുതരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ നാക്കില പപ്പയെനിക്കുതരിൻ, പൂക്കില പൂടയെനിക്കുതരിൻ, കൈതോല വാലെനിക്കുതരിൻ, തീപ്പൊരി ചേല എനിക്കുതരിൻ, പുത്തിരി അംഗമെനിക്കുതരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ. പോട്ടെ, കോഴിക്കൊമ്പ് നിങ്ങളെടുത്തോളിൻ, പല്ല് നിങ്ങളെടുത്തോളിൻ, പൂവൻ മുട്ട നിങ്ങളെടുത്തോളിൻ, മുലയും നിങ്ങളെടുത്തോളിൻ. കോഴിക്കൊമ്പ് നിങ്ങളെടുത്തോളിൻ, പല്ലു നിങ്ങളെടുത്തോളിൻ, പൂവൻ മുട്ട നിങ്ങളെടുത്തോളിൻ, മുലയും നിങ്ങളെടുത്തോളിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ എൻ്റെ കോഴിയെ മാത്രമെനിക്കുതരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ എൻ്റെ കോഴിയെ മാത്രമെനിക്കുതരിൻ. തീർച്ചയായും മറ്റൊരു കാലത്തോട്, എല്ലാ കാലത്തോടും
സച്ചിദാനന്ദൻ മാഷ് ഇടപെടുന്ന ഒന്ന് ഇങ്ങനെയാണ്: നിശബ്ദതയും നിക്ഷബ്ദതയും വലിയ ഖേദമുണ്ടാക്കുന്ന ഒന്നാണെന്ന് പറയുന്നു. നിഷ്പക്ഷത പറക്കാനറയ്ക്കുന്ന ഒരു പക്ഷിയാണെങ്കിൽ ഞാൻ അതിനെ തീറ്റിപ്പോറ്റിയിട്ടില്ല. നിഷ്പക്ഷത കയ്യാലപ്പുറത്തെ തേങ്ങയുടെ താടിക്ക് കയ്യും കൊടുത്തുള്ള ഇരിപ്പാണെങ്കിൽ ഞാനത് പൊതിച്ചു നോക്കിയിട്ടില്ല. കാറ്റാടി മരങ്ങളുടെ തേങ്ങലിനും പാതിരാക്കോഴികളുടെ പൊട്ടിച്ചിരിക്കുമിടയിൽ പതിയിരിക്കുന്ന ഒരു കുറുക്കനാണ് നിഷ്പക്ഷതയെങ്കിൽ പാതിമയക്കത്തിൽ ഞാനതിൻ്റെ ഊരി കേട്ടിട്ടുണ്ട്. നിഷ്പക്ഷത വിഷപ്പല്ല് പറിച്ച സർപ്പത്തിൻ്റെ പണം വിടർത്തലാണെങ്കിൽ അതൊരു പാമ്പാട്ടിയുടെ പാവയായിരിക്കണം. ചെന്നായ്ക്കും ആട്ടിൻകുട്ടിക്കും ഒരേ നീതി കൊടുക്കുന്ന കാട്ടുദൈവമാണ് നിഷ്പക്ഷതയെങ്കിൽ അതിൻ്റെ ഒറ്റക്കൊമ്പ് നിയമസഭകളിലും ന്യായപീഠങ്ങളിലും നീണ്ടുവരുന്നത് കണ്ട് ഞാൻ ഞെട്ടിയുണർന്നിട്ടുണ്ട്. നിഷ്പക്ഷത അടർക്കളത്തിലെ സംശയാലു കണ്ട കറുത്ത പൂവാണെങ്കിൽ തേർ തെളിച്ചവൻ്റെ വേഗമാണ് എനിക്കിഷ്ടം. നിഷ്പക്ഷത ന്യായാധിപൻ്റെ കഴുകുന്ന കൈയാണെങ്കിൽ കുരിശിലേറുന്നവൻ്റെ രക്തമിറ്റുന്ന വെള്ളിയാഴ്ചയാണ് എനിക്കിഷ്ടം. അങ്ങനെ എഴുത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് തൻ്റെ നിലപാടുകൾ കൊണ്ട്, കൃത്യമായ നിലപാടുകൾ കൊണ്ട് ഇന്ത്യൻ ഫാസിസത്തിനു മേലെയുള്ള വലിയ ഒരു ശബ്ദമായി സച്ചിദാനന്ദൻ മാഷിനെ പോലെയുള്ള ആളുകൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാർ എങ്ങനെയാണ് മൗനങ്ങളെ പൊട്ടിച്ചെറിയേണ്ടത് എന്ന് നോക്കണമെങ്കിൽ ഒരുപക്ഷെ സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിതയിലേക്ക് നോക്കണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കവിത ഇങ്ങനെയാണ്: അതാണ് പ്രശ്നം എന്നാണ് കവിതയുടെ പേര്. പത്രം വായിക്കുന്നവർ പറയുന്നത് ഇനി ഭയം കൂടാതെ നടക്കാമെന്നാണ്. ഫയലുകൾക്കും ബജറ്റുകൾക്കുമിടയിൽ പിശാചിൻ്റെ വികൃതമായ വാല് അവർ കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. ജുബ്ബയിട്ടവർ പറയുന്നത് ആരും കവിത നിരോധിക്കാത്ത പുതുയുഗം പിറന്നുവെന്നാണ്. ജീവിതം തന്നെ നിരോധിക്കപ്പെട്ട ഒരു കവിതയായവരുടെ നിരക്ഷര നിശ്വാസം അവർ കേട്ടിട്ടില്ല. അതാണ് പ്രശ്നം. കണ്ണട വച്ചവർ ജനാധിപത്യത്തിൻ്റെ വിജയം ആഘോഷിക്കുകയാണ്. സന്യാസിയും കങ്കാണിയും കൈകോർത്ത് പിടിക്കുന്നു. കോടതിയും പോലീസും അന്യോന്യം കണ്ണിറുക്കുന്നു. കുത്തകക്കാരൻ കുണ്ടികക്കാരന് വിരുന്നിന് വിളിക്കുന്നു. തെരുവ് തിണ്ണയിലെ ശവവും അതിൻ്റെ ഈച്ചയും ചെവിപൊത്തി തിരിഞ്ഞു കിടക്കുന്നു. ഉറക്കം നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തി മൈതാനത്തിൽ ചുറ്റി നടക്കുന്നു. മുഖം മൂടി നേരെയായി, കൊള്ളാം. പക്ഷേ മുഖത്തിൻ്റെ കാര്യം? ജനാധിപത്യത്തിന് വേരുറച്ചു, കൊള്ളാം. പക്ഷെ ജനങ്ങളുടെ കാര്യം? നിങ്ങൾക്ക് എഴുതാൻ സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ വായിക്കേണ്ടവരെ അക്ഷരം പഠിപ്പിക്കാൻ ആര്? നിങ്ങൾക്ക് പ്രതാപത്തിൻ്റെ സ്വർണ്ണപ്പല്ല് തിരിച്ചു കിട്ടി, പക്ഷേ മരിക്കുന്ന കുട്ടിക്ക് അപ്പം കൊടുക്കുന്നതെന്ത്? അതാണ് പ്രശ്നം. കണക്കുകൾ ഇപ്പോഴും കള്ളം പറയുന്നു. ഭൂതം ഇപ്പോഴും രൂപം മാറി സഞ്ചരിക്കുന്നു. ചോദ്യം ചോദിച്ചവർ വിചാരണ കാത്തുകഴിയുന്നു. അപ്പോഴും പോറ്റിയുടെ കോടതിയിലൂടെ പുലയന് നീതി കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നു. യജമാനന്മാരുടെ രാജസദസ് അടിമകൾക്ക് വേണ്ടി വിപ്ലവം പസാക്കിയെടുക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നു. ആർക്കും എടുത്തു കളയാനാകാത്തത് തിരിച്ചു നൽകപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കുന്നു. പക്ഷേ ഒരു അനാഥ ജഡം പോലെ ദുഃഖിതനാണ് ഞാൻ. നിർക്കയങ്ങളിലും റെയിൽപാളങ്ങളിലും വലിച്ചെറിയപ്പെട്ട ശവങ്ങൾക്കിടയിൽ ഒരു ശവം. ശിക്ഷകർ ഇപ്പോൾ രക്ഷകരുടെ പൊയ്മുഖങ്ങൾ അടിഞ്ഞിരിക്കുന്നു. കൊന്നു തിന്നവർ തന്നെയാണ് കണ്ണീരൊഴുക്കുന്നത്. തടവറിൽ നിന്ന് പുറത്തു വന്നവർ ലാഭവീതത്തിന് കൈനീട്ടുമ്പോൾ നിലവറയിലെ രക്തസാക്ഷികൾ കണ്ണുപൊത്തി പല്ലിറുമുന്നു. വായുവിൽ വിഷം നിറഞ്ഞു നിൽക്കുമ്പോൾ ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഹരിയാനയിലെ കൃഷിക്കാരനും കാൺപൂരിലെ ചെരുപ്പ് കുത്തിയും ബീഹാറിലെ ഖനിത്തൊഴിലാളികളും ബീർഭൂമിയിലെ ആദിവാസിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജനാധിപത്യം തിരിച്ചു തന്നു. പകരം നിങ്ങൾ അവർക്കെന്ത് നൽകും? ഒരേറുകാല പോരാ, അവർക്ക് വേണ്ടത് കൃഷിയിടം മുഴുവനുമാണ്. ഒരു പങ്ക് ലാഭം പോരാ, അവർക്ക് വേണ്ടത് തൊഴിലിടം മുഴുവനുമാണ്. ഒരു തുണ്ടു സ്ലേറ്റ് പോരാ, അവർക്ക് വേണ്ടത് സംസ്കാരം മുഴുവനുമാണ്. പലിശ നൽകാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷേ മുതൽ ആര് നൽകും? അതാണ് പ്രശ്നം. ചാട്ടവാർ അടിയേറ്റ ഒരു മുതുക് നമ്മുടെ മുന്നിൽ മലയായി നിൽക്കുന്നു. ചൂഴ്ന്നെടുക്കപ്പെട്ട 2 കണ്ണുകൾ ഇന്നും നമ്മെ നിരീക്ഷിക്കുന്നു. അറുത്തു വീഴ്ത്തപ്പെട്ട ഒരു കറുത്ത തള്ളവിരൽ നമ്മുടെ വഴിയിൽ ചോരയൊലിപ്പിച്ച് ഞാൻ തിരിക്കുന്നു. ഒരു മഹാത്മജിക്ക് ഉദ്ഘാടനം ചെയ്യുകയും ഒരു മാതാജിക്ക് പൂട്ടിയിടുകയും ഒരു പിതാജിക്ക് പിന്നെയും തുറക്കുകയും ചെയ്യുന്ന പീഡികയല്ല സ്വാതന്ത്ര്യം. ഒരു മഹാത്മജിക്ക് ഉദ്ഘാടനം ചെയ്യുകയും ഒരു മാതാജിക്ക് പൂട്ടിയിടുകയും ഒരു പിതാജിക്ക് പിന്നെയും തുറക്കുകയും ചെയ്യാവുന്ന പീഡികയല്ല സ്വാതന്ത്ര്യം. വർഗങ്ങൾക്കും അപ്പുറത്തെ മഹാകാശത്തിൻ്റെ സംഗീതമാണത്. ഹിമവാനേക്കാൾ കനമേറിയ ഒരു മരണം, ഇന്ത്യൻ സമുദ്രത്തേക്കാൾ ആഴമേറിയ ഒരു ജീവിതം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. സ്വാതന്ത്ര്യം തന്നെയാണ് പ്രശ്നം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. സ്വാതന്ത്ര്യം തന്നെയാണ് പ്രശ്നം. തീർച്ചയായും ഇന്ത്യയുടെ ഒരു പുതിയ കാലത്ത് ഈ സ്വാതന്ത്ര്യം തന്നെയാണ് പ്രശ്നം. എഴുതുന്ന സമയത്ത് നിങ്ങൾ പുറത്താക്കപ്പെടുകയും കാർഗിൽ നിങ്ങൾ നിൽക്കുകയാണ്, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും സച്ചിദാനന്ദൻ്റെ മാഷിൻ്റെ കവിതകൾ തുറന്നു വയ്ക്കപ്പെട്ട കണ്ണും വലിയ പ്രവർത്തനവുമായി ഇടപെടുന്ന ഒരു തുറസായ ഒരിടമായി, ബഹുസ്വരമായ വൈവിധ്യമായ ഒരിടമായി പ്രവർത്തിക്കുകയാണ്. തീർച്ചയായും ഇത്തരം ഒരു വേദിയിൽ കവിത ചൊല്ലാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം തീർച്ചയായും ഉണ്ട്. താങ്ക് യു. അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ മാഷ്,
പ്രഭാഷണം നടത്തുന്ന KA മോഹൻദാസ്, ബിലു C നാരായണൻ, നന്ദി പറയുന്ന ഫസീല ടി എന്നിവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അർത്ഥപൂർണമായ ഒരു ദിവസം, ഒരു പകുതി ദിവസത്തിൻ്റെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ. ഈ ചടങ്ങിൻ്റെ പരിസമാപ്തിയായിട്ട് അരവിന്ദാക്ഷൻ മാഷിൻ്റെ പേർക്കുള്ള പുരസ്കാരം മലയാളിയുടെ പ്രിയങ്കരനായ കവി സച്ചിദാനന്ദ മാഷ് കൊടുക്കുകയാണ്. അതിനു മുമ്പുള്ള ഒരു ചെറിയ കാര്യപരിപാടിയിൽ സംഘാടകർ ഉദ്ദേശിച്ചതാണ്. അരവിന്ദാക്ഷൻ മാഷ് ഫൗണ്ടേഷൻ രൂപീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എല്ലാ വർഷവും വലിയ ആഘോഷങ്ങൾ, വലിയ മാമാങ്കൾ നടത്തി പുറം ലോകത്തിൻ്റെ ശ്രദ്ധ, അഥവാ തിരുത്തി പറഞ്ഞ മാധ്യമ ശ്രദ്ധ നേടുക എന്നതല്ല, മറിച്ച് അരവിന്ദാക്ഷൻ മാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അധ്യാപകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, പണ്ഡിതൻ, നാനാവിധിയായിട്ടുള്ള എല്ലാ സമൂഹത്തിൻ്റെ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള കാര്യങ്ങളോട് ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു അധ്യാപകനുള്ള ഗുരുദക്ഷിണയായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരും അക്കാലത്തെ കേരളവർമ്മയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമൊക്കെ ചേർന്ന് ഇത്തരത്തിലുള്ളൊരു സംഘടന, ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യത്തെ ദിവസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ചടങ്ങുകൾ, പുരസ്കാരം നൽകിക്കൊണ്ട് മാഷെ ഓർത്തുകൊണ്ട് ഉള്ള ചടങ്ങിൻ്റെ തുടക്കമാണ് നമ്മൾ ഇന്ന് നിർവഹിക്കുന്നത്. 2 വർഷം മുമ്പ് അരവിന്ദാക്ഷൻ മാഷ് ജീവിച്ചിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ തുടക്കം ഉണ്ടായതെന്ന് ഇവിടെ ഇരിക്കുന്ന ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാഷെ ഈ വേദിയിൽ ഇരുത്തുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ എഴുത്തിൻ്റെ, പ്രഭാഷണത്തിൻ്റെ ശക്തി വിശേഷങ്ങളെപ്പറ്റി കേരളത്തിലെ വളരെ പ്രശസ്തരായവർ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്ത അനവധി സെഷനുകൾ ആ ദിവസം ഉണ്ടായെന്നും ഇപ്പോൾ ഓർക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ജീവിതത്തിൽ ഏറെ മടിയും ഏറെ ശാഠ്യങ്ങളും ഏറെ തീരുമാനങ്ങളും ഏറെ തീർച്ചകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു അധ്യാപക പണ്ഡിതനായിരുന്നു അരവിന്ദാക്ഷൻ മാഷ്. നമുക്കറിയാം, പലപ്പോഴും അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ, എഴുത്തിനെയൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ ഒപ്പം നിൽക്കുന്നവർ വലിയ ശ്രമം നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, നിർബന്ധിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം എഴുത്തിലും വായനയിലുമൊക്കെ ഒരു തലം കഴിഞ്ഞു നിൽക്കുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം അപ്രസക്തമാകുന്ന ഒരവസ്ഥയാണ് മാഷെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പുറം ലോകത്തിൻ്റെ ദൈനംദിന അവതാരങ്ങൾ, അതിൻ്റെ വേഷങ്ങൾ, അതിൻ്റെ വേഷപ്രച്ഛന്നങ്ങൾ, അതിൻ്റെ വൈതരണികൾ, അതിൻ്റെ സംഘർഷങ്ങൾ, അഥവാ അന്തസാരശൂന്യമായിക്കൊണ്ടിരിക്കുന്ന നാട്യപ്രധാനമായ ജീവിതത്തോട് വളരെ നിസ്സംഗമായി വിടുതി പ്രഖ്യാപിക്കുകയും തൻ്റെ ശേഷി എന്താണെന്നും തൻ്റെ തട്ടകം എന്താണെന്നും ഒക്കെ ഉറച്ച ബോധ്യമുള്ള ഒരാൾ മാറി നിന്ന് ഈ ജീവിതത്തെയും സമൂഹത്തെയും വീക്ഷിക്കുകയായിരുന്നു കൂടുതലും ഉണ്ടായതെന്നും നമുക്കൊക്കെ അറിയാം. മാഷിൽ നിന്ന് കിട്ടിയത് ഇതിലും എത്രയോ കിട്ടേണ്ടതായിരുന്നു മലയാളിക്ക്. അതായത് ഇതിൻ്റെ സൈദ്ധാന്തിക നിരൂപണങ്ങളിലായാലും മറ്റു തരത്തിലുള്ള സംസ്കാരത്തെ പറ്റിയായാലും സമൂഹത്തെ പറ്റിയായാലും ജീവിതത്തെ പറ്റിയായാലും കലയെപ്പറ്റിയായാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊന്നിലും മാഷ് തുടങ്ങുമ്പോൾ അത് ചെന്നെത്തുക മനുഷ്യൻ അഥവാ സമൂഹം എന്ന് പറയുന്ന വളരെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു തലത്തിലേക്കാണ്. അവിടെ നിന്നുകൊണ്ട് മാത്രമേ ഏതൊന്നിനെയും മാഷ് വീക്ഷിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. വളരെ അമർത്തി പറയുക, അടിച്ചു പറയുക, ലളിതമായി പറയുക എന്നതായിരുന്നു അരവിന്ദാക്ഷൻ മാഷയുടെ ഒരു രീതി. ഏത് കാര്യത്തെയും, അത് തർക്കവിഷയങ്ങളാകട്ടെ, സെമിനാറുകളിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളാകട്ടെ, തൻ്റെ ലേഖനങ്ങളാകട്ടെ, ഏതൊരു കാര്യത്തിലും തികഞ്ഞ ബോധ്യത്തോടുകൂടി, അതുപോലെ തന്നെ അതിൻ്റെ മൂലം വായിക്കാതെ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ ചികഞ്ഞു നോക്കാതെ, ക്ലാസിക്കുകൾ പരിശോധിക്കാതെ മാഷ് പുറം വായനകളുടെ അതിലോലമായ തലങ്ങളിൽ മാഷ് വ്യാപരിക്കാറില്ല. ഈ മൂലം വായിച്ചുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ചൊഴിഞ്ഞിറങ്ങിക്കൊണ്ട് ഒക്കെ ഉള്ള ഒരു നിറവിലും സമൃദ്ധിയിലും, പക്ഷേ എപ്പോഴും ഒരു മടി അഥവാ
നമുക്കൊക്കെ അറിയുന്ന പോലെയുള്ള ചില നിർബന്ധങ്ങൾ മാഷ്ക്കുണ്ടായിരുന്നു. മാഷ്ടെ ഒരു പുസ്തകവും വേണ്ട രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെടാൻ മാഷ് വ്യഗ്രത കാട്ടിയിട്ടില്ല. നല്ല കാലത്തും അത് ആവശ്യമുള്ളവർ എഴുതട്ടെ, ആവശ്യമുള്ളവർ പ്രസിദ്ധീകരിക്കട്ടെ എന്നുള്ളൊരു രീതിയായിരുന്നു. മാഷ്ടെ പ്രഭാഷണങ്ങൾ അങ്ങനെയാണ്, നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാതെ മാഷ് വരില്ലായിരുന്നു. ഒരുപക്ഷെ കേരളം മുഴുവൻ ഒരു വലിയ പാഠശാലയായി മാഷ് ഓടി നടന്ന് പ്രസംഗിച്ചിരുന്ന ഒരു കാലം നമ്മുടെ തൊട്ട് പിന്നിലുണ്ട്. 70കളിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പും ഒക്കെ ആയിട്ട് മാഷ്ടെ പ്രഭാഷണങ്ങളാണ് ഏറ്റവും സാധാരണക്കാരിലേക്ക് നമ്മുടെ കലയെ, സംസ്കാരത്തെ, കണ്ടംപററി വർത്തമാനകാല അഭിരുചികളെയൊക്കെ ഏറ്റവും ലളിതമായി പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. മാഷുമായിട്ട് സംസാരിച്ച അപൂർവം വേളകളിലൊക്കെ മാഷ് പറയാറുണ്ട്, എഴുത്തുകാരനോ അല്ലെങ്കിൽ അധ്യാപകനോ ഒന്നുമല്ല, ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ എക്സ്പ്രഷനായിരുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു നിയോഗമായിരുന്നു ഞാൻ ഏറ്റവും ആസ്വദിച്ചിരുന്നത്. കാരണം പ്രഭാഷണത്തിലൂടെ കിട്ടുന്ന ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റാണ് അത്. സദസ്സുമായിട്ട്, ശ്രോതാക്കളുമായിട്ട് കൊടുക്കുന്ന കാര്യം അപ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു റിയാക്ഷൻ, അതിൽ തൻ്റെ ഒരു സായുജ്യം അല്ലെങ്കിൽ ഒരു സാഫല്യം കണ്ടിരുന്ന ഒരു പ്രഭാഷകനായിരുന്നു അരവിന്ദാക്ഷൻ മാഷ് എന്ന് നമുക്കറിയാം. മാഷുടെ പുസ്തകങ്ങളെ, ഇപ്പം ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് ഈ ഫൗണ്ടേഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഞങ്ങളുടെ ഒരു ലക്ഷ്യം മാഷുടെ പുസ്തകങ്ങൾ ഒരുപക്ഷെ പുതിയ തലമുറ എന്ന് പറയുന്നത് വേണമെങ്കിൽ 40, നമ്മളൊക്കെ ഒരു മധ്യകാലം കഴിഞ്ഞവരാണ്, ആ തലമുറയ്ക്കൊക്കെ ഏറെക്കുറെ പരിചയമുണ്ടാകും. പക്ഷെ പുതിയ വായിക്കുകയും പഠിക്കുകയും ഈ രംഗത്ത് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന തലമുറയ്ക്ക് അത്രമാത്രം സുപരിചിതമല്ലാതെ പോകുന്ന പല പുസ്തകങ്ങളുമുണ്ട്. ഏറ്റവും അവഗാഹമായിട്ട് മാഷ് പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിനെ പരിചയപ്പെടുത്തുക, അത്തരം കാര്യങ്ങളിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നതാണ് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യമായ ഒന്ന്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന, ഈ വർഷം അത് നടന്നിട്ടില്ല, ഒരുപക്ഷെ ഈ വാർഷികത്തിന് ശേഷം ഒരു പഠന ക്ലാസ് തന്നെ മാഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങളെ എങ്ങനെ കാണാം, ജീവിതത്തെ എങ്ങനെ കാണാം, കലയെ എങ്ങനെ കാണാം, എന്തിനേയും മനുഷ്യനെ എങ്ങനെ കാണാം എന്ന് പറയുന്ന തലത്തിലേക്കുള്ള ക്ലാസ്സുകൾ ഒക്കെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വേദിയിൽ മാഷ് എഴുതിയിട്ടുള്ള സമന്വയവും സംഘർഷവും എന്ന പുസ്തകത്തെ മുൻനിർത്തിയുള്ള ഒരു വിചാരവും ഒരു ചർച്ചയും ഒരു ചെറിയ സെമിനാറും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്കാരം എന്ന് പറയുമ്പോൾ മാഷ് പറഞ്ഞിട്ടുണ്ട്, അത് കറകളയലാണ്, അത് കൂടുതൽ അതിനെ തിളക്കമുള്ളതാക്കലാണ്, കൂടുതൽ ഉപയോഗജന്യമാക്കലാണ് എന്ന് പറയുന്ന വളരെ മറ്റാരും അങ്ങനെ പറഞ്ഞു കേട്ടില്ലാത്തൊരു നിർവചനം മാഷ് പറയാറുണ്ട്. കറകളയുകയാണ് സംസ്കാരം. അപ്പോൾ ഏതൊന്നിലും, സംസ്കാരത്തിലാവട്ടെ, ഏതൊന്നിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യനെയും സമൂഹത്തെയും ജീവിതത്തെയും എൻ്റെ അധ്വാനത്തെയും കലയെയും വ്യാവർത്തിപ്പിക്കുന്ന ഒരു വലിയ സിദ്ധിവിശേഷം മാഷക്കുണ്ടായിരുന്നു. ഈ പുസ്തകം, ഇപ്പോൾ ഈ സമന്വയവും സംഘർഷവും എന്ന് പറയുന്ന പുസ്തകം തന്നെ അതിൻ്റെ പ്രസാധകരാകുന്നത് നമുക്കൊക്കെ അറിയുന്ന പോലെ ശാസ്ത്രസാഹിത്യ പരിഷത്താണ്. അതിൻ്റെ 2ാമത്തെ എഡീഷനാണ് ചിന്തയുടെ മുൻകൈയിൽ അത് പുറത്തിറങ്ങുന്നത്. ആ ഘട്ടത്തിൽ ചിന്താ പത്രാധിപരായിരുന്ന സി ഭാസ്കരനോട് അന്തരിച്ച സഖാവ് EMS ചോദിക്കുന്നുണ്ട്, ഈ പുസ്തകം നമ്മളല്ലേ ഇറക്കേണ്ടിയിരുന്നതെന്നും. എന്തോ ആയിട്ട് മാഷുമായിട്ട് കുറച്ച് സമയമെങ്കിലും ആ തരത്തിലൊരു സംസാരവും ഒരു അഭിമുഖവും ഒക്കെ എഴുതാനും കൊടുക്കാനും ഒക്കെ കഴിഞ്ഞൊരു ജീവിതമാണ് എൻ്റേത്. 2 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിന് വേണ്ടിയും മറ്റൊരു ഘട്ടത്തിൽ തൃശ്ശൂരിലെ ആകാശവാണിക്ക് വേണ്ടിയുമാണ് ആ സംഭാഷണം നടന്നത്. 2, 3, 4 മണിക്കൂറിൽ ദൈർഘ്യമേറിയ ഒരു സംഭാഷണമായിരുന്നു അത്. സമസ്ത കാര്യങ്ങളെയും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പറഞ്ഞൊരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്, പ്രസംഗികനാകാൻ എന്താ പറയുക, ഒരു സദസ്സിൽ ഇതുപോലെ ശ്രോതാവായിട്ടിരിക്കുമ്പോൾ ഒറ്റപ്പാലത്തോ മറ്റോ അന്ന് ഖസാക്കിൻ്റെ ഇതിഹാസം ഏറ്റവും ചർച്ച ചെയ്യുന്ന, പ്രത്യേകിച്ച് പുരോഗമന സാഹിത്യ സംഘം, അന്നത്തെ ദേശാഭിമാനി സ്റ്റഡി സർക്കിളൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാലം, വേദിയിൽ OV വിജയനുണ്ട്, EMS ഉണ്ട്. ആ ഒരു വേദിയിലേക്കാണ് MN കുറുപ്പ് എന്ന് പറയുന്ന ദീർഘദർശിയായിട്ടുള്ള അന്നത്തെ വാരികയുടെ പത്രാധിപർ ഓമനക്കുട്ടൻ എന്ന് വിളിക്കുന്ന അരവിന്ദാക്ഷൻ മാഷെ പിടിച്ച് വലിച്ച് നിർബന്ധിക്കുന്നത്. മാഷ് പറഞ്ഞു, എന്താണ് പറയുക എന്നുള്ള യാതൊരു നിശ്ചയമില്ലാതെ വേദിയിൽ കയറി നിന്ന് സദസ്സിനോട് പറയാൻ തുടങ്ങിയ ആ പറച്ചിലാണ് പിന്നീട് കേരളം ഇഷ്ടപ്പെടുന്ന, കേരളം കാതോർക്കുന്ന ഒരു പ്രഭാഷകനിലേക്ക് ഉള്ള ഒരു വളർച്ചയായിട്ട്, മാറ്റമായിട്ട് മാറിയതെന്ന് മാഷ് വളരെ സ്വകാര്യമായിട്ടുള്ള സംസാരത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ചില ഓർമ്മകൾ ഒരുപാട് പറയാനുണ്ട്. എന്തായാലും ഈ സദസ്സ് അധികം ദീർഘിപ്പിക്കേണ്ടതില്ല. ഇന്നത്തെ ഈ പുസ്തകം അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ സംസാരിക്കാൻ പറ്റുന്ന ഏറ്റിരുന്നത് അക്കാഡമിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ KP മോഹനൻ മാഷാണ്.
തികച്ചും ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പോകേണ്ടതായിട്ട് വന്നു. ഒഴിവാക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളാണ്. അത് ആ ഒരു ഗ്യാപ്പ് നമുക്ക് തീർത്തു തരുന്നത് അക്കാഡമി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള വൈശാഖ മാഷാണ്. വൈശാഖ മാഷെ ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന്, ഇതിൻ്റെ തുടർ പ്രഭാഷണം നിർവഹിക്കുന്നത് കെ മോഹൻദാസാണ്. മോഹൻദാസിനെക്കുറിച്ചും ഈ സദസ്സിനോട് ഏറെ പറയേണ്ടതില്ല. കാരണം എഴുത്തിലും ജീവിതത്തിലുമൊക്കെ തികഞ്ഞ ജാഗ്രതയും സത്യസന്ധതയും, എഴുതുന്ന വാക്കും ജീവിതവും തമ്മിൽ അത്രമാത്രം അകന്നു പോകരുതെന്ന് പറയുന്ന ചില ശാഠ്യങ്ങളുമൊക്കെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ഷണത്തിലും തീർച്ചകളും മൂർച്ചകളുമുള്ള കെ മോഹൻദാസാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷണമായിരിക്കാം. അദ്ദേഹത്തിന് ഈ സദസ്സിൻ്റെ പേരിൽ സ്വാഗതം പറയുകയാണ്. മറ്റൊരാൾ ബിലു സി നാരായണനാണ്. കവിയാണ്, അധ്യാപികയാണ്, വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊക്കെ ഒപ്പം ഞങ്ങളുടെ ശേഷമുള്ള തലമുറയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. ഏറ്റവും പുതിയ തലമുറ അരവിന്ദാക്ഷൻ മാഷെ എങ്ങനെ കാണുന്നു, എങ്ങനെ വായിക്കുന്നു, എങ്ങനെ അറിയുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ബിലു ഈ സദസ്സിൽ സംസാരിക്കും. ബിലുവിനും സ്വാഗതം. ഇതിൻ്റെ അധ്യക്ഷത ഈ ചടങ്ങിനെ നിയന്ത്രിക്കുവാൻ അരവിന്ദാക്ഷൻ മാഷയുടെ ആദരണീയനായിട്ടുള്ള സഹപ്രവർത്തകനും സുഹൃത്തുമായ ഡോക്ടർ വി കെ വിജയൻ മാഷെ ക്ഷണിച്ചുകൊണ്ട് ഈ സ്വാഗത പ്രസംഗം നിർത്തുന്നു. സന്തോഷം. പ്രിയമുള്ളവരെ, അരവിന്ദാക്ഷൻ മാഷയുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി മാഷിന് തന്നെ പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തെക്കുറിച്ച് ഒരു സെമിനാർ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമെന്ന് തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമന്വയവും സംഘർഷവും എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടത്. നമ്മളെന്ത് ഭക്ഷിക്കണം, നമ്മൾ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം, നമ്മൾ ഏത് രീതിയിലുള്ള വിനോദങ്ങൾ നമ്മൾ കാണണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ ആസ്വദിക്കണം, ഇതൊക്കെ മറ്റുള്ളവർ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് മാത്രം നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും വേണമെന്ന് ശഠിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഷിൻ്റെ ആദ്യകാല കൃതികളിലൊന്നായിട്ടുള്ള ഈ സമന്വയവും സംഘർഷവും എന്ന കൃതിയിൽ പ്രതിപാദിച്ചതുപോലെ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും ഏകശിലാരൂപമായിട്ടുള്ളതല്ല. അത് സമന്വയത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും കൂടി സമന്വയവും സംഘർഷവും നിറഞ്ഞിട്ടുള്ള ഒരു സംസ്കാര ചരിത്രമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രസക്തമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാലാണ് ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള വൈശാഖ മാഷാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വൈശാഖ മാഷെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ പ്രിയപ്പെട്ട വിജയൻ, കെ മോഹൻദാസ്, രാജൻ, ബിലു സി നാരായണൻ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിനും പിന്നെ അധ്യക്ഷ പ്രസംഗത്തിനും ഞാൻ വളരെ പ്രിയപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉദ്ഘാടനം ചെയ്യാൻ മാത്രം വിവരമുള്ള ആളാണോ എന്നുള്ള കാര്യം പറഞ്ഞില്ല. അതൊക്കെ അറിയാൻ പാടില്ല. അത്ര വിവരം ഉണ്ടായിരുന്നു ഞാൻ കഥാകൃത്താവില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ചില മുൻധാരണകളുണ്ടല്ലോ, കാട്ടിലൊക്കെ വിപരീതങ്ങളായ ഒരു ശത്രുജീവി വരുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് അത് തിരിച്ചറിയും കാട്ടിലെ ജീവികൾ എന്ന് പറഞ്ഞ പോലെ ഇന്ന് കെ പി മോഹനൻ ഇല്ലായിരിക്കും എന്നെനിക്കറിയാം. സ്വാഭാവികമായിട്ടും എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ പറയും എന്നെനിക്ക് മനസ്സിലായി. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഡേവിസ് എത്തിച്ചു തന്നു നമ്മുടെ അരവിന്ദാക്ഷൻ മാഷ പുസ്തകം. അത് വളരെ വേഗത്തിൽ എൻ്റെ ഈ 77 വയസ്സിലെ കണ്ണുകൾ കൊണ്ട് വളരെ വേഗത്തിൽ ഞാനിങ്ങനെ വായിക്കാനിടയായി. അതിനെക്കുറിച്ച് അതിൽ ഉദ്ധരണിയോ അങ്ങനെയൊന്നും എനിക്ക് സാധിക്കില്ലെങ്കിലും ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒരു വാചകം
അരവിന്ദാക്ഷൻ മാഷ് എഴുതിയിരിക്കുന്നത് പാരമ്പര്യത്തിൻ്റെ സ്ഥാവരത്തിലല്ല, പരിവർത്തനത്തിൻ്റെ ജംഗമത്തിലാണ് ഭാരതത്തിൻ്റെ ചൈതന്യം. വാസ്തവത്തിൽ ആ പുസ്തകത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് സത്യമായിട്ടൊരു വാചകമായിട്ട് തോന്നിയത്. പാരമ്പര്യത്തിൻ്റെ സ്ഥാവരത്തിലല്ല, പരിവർത്തനത്തിൻ്റെ ജംഗമത്തിലാണ് ഭാരതത്തിൻ്റെ ചൈതന്യം എന്നുള്ളത്. EMS ആണ് ആ പുസ്തകത്തിന് ചിന്ത ഇറക്കിയപ്പം ഒരു ആമുഖം എഴുതിയിരിക്കുന്നത്. അതെ, അതിൽ അദ്ദേഹം വേദങ്ങളുടെ നാട് എന്ന ഒരു ടൈറ്റിൽ കൊടുത്ത് അദ്ദേഹം എഴുതിയ ഒരു ചെറിയ പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് EMS പറയുന്നത്. അതിൽ പറയുന്ന പ്രധാന കാര്യം ഇവിടെ ഈ സൈന്ധവ സംസ്കാരം ഇങ്ങോട്ട് മറ്റ് ആളുകൾ വെളിയിൽ നിന്നും ഏഷ്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വരുന്നതിനൊക്കെ മുമ്പേ അതിസമ്പന്നമായ ഒരു സൈന്ധവ സംസ്കാരം ഉണ്ടായിരുന്നുവെന്നും അത് വൈദിക സംസ്കാരമല്ലായിരുന്നു എന്നുള്ളതാണ്. വൈദിക സംസ്കാരമാണ് ഇന്ത്യയുടെ ആദ്യത്തെ സംസ്കാരം എന്ന് അവകാശപ്പെടുന്നവരാണ് ഇന്ന് ഈ പശുവും അത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരികയും എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുതെന്ന് പറയുകയും ശ്രീരാമൻ എന്തൊക്കെയാണ് ഭക്ഷിച്ചിരുന്നതെന്നുള്ളൊരു മെനു ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരാൾ. ശ്രീരാമൻ എന്തൊക്കെയാണ് ഭക്ഷിച്ചിരുന്നതെന്നുള്ളത് അത് അരവിന്ദാക്ഷൻ മാഷ് പറയുന്നുണ്ട്. മഹാഭാരതം എന്നുള്ളത് ഇതിഹാസമാണ്, രാമായണം ഒരു കാവ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു കാവ്യമാണ്. അതിലെ കഥാപാത്രങ്ങളുടെ ജന്മദേശം വില്ലേജ് ഓഫീസ് എവിടെയാണെന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. അതൊരു കാവ്യമാണ്. അപ്പം നിരവധി സംസ്കാരങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തി. നമുക്കറിയാം, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അറബികൾ, ഇംഗ്ലീഷുകാർ, ഇങ്ങനെ നിരവധി സംസ്കാരങ്ങൾ. ഈ സംസ്കാരങ്ങളുടെ എല്ലാം സമന്വയം നമ്മുടെ സംസ്കാരവുമായിട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പരിണത ഫലമായിട്ടുണ്ടായ ഒരു സംസ്കൃതിയാണ് നമുക്കുള്ളത്. ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് പുതിയ ഫാസിസ്റ്റ് തരംഗം ഇവിടെ വ്യാപിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടേതായ ഒരേ ഒരു മതം, ഈ രാഷ്ട്രത്തിൽ ഒരു മതം, ഒരു വിശ്വാസം, ഇതിന് തന്നെ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്. നേരത്തെ ഹിന്ദു മതത്തിൽ ഏകദൈവ വിശ്വാസം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്, പരാജയപ്പെട്ടു. സെമറ്റിക് മതങ്ങളുടെ സ്വഭാവം അനുകരിച്ചുകൊണ്ട് ഹിന്ദു മതത്തിന് സെമറ്റീസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യം. കാരണം ഈ പറയുന്ന സൈന്ധവം പേർഷ്യൻ ഭാഷയിലേക്ക് വന്നപ്പം ഹിന്ദു എന്നായി എന്ന് പറയുന്നു അൽ ബറൂണി എഴുതിയപ്പം. അപ്പം അങ്ങനെ പരിണമിച്ച് നമ്മുടെ ഒരു ഉപനിഷത്തിലോ ഒരു വേദത്തിലോ ഒരു പുരാണത്തിലോ ഇല്ലാത്തൊരു വാക്കാണ് ഹിന്ദു എന്നുള്ളതും ഭൂരിഭാഗം പേരും ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ സൈന്ധവം എന്നുള്ളതിനെ ഹൈന്ദവം എന്നാക്കി മാറ്റി അതിൽ നിശ്ചയമായും ഈ സിന്ധു നദീതടത്തിന് ഇപ്പുറത്തെ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്നു. പക്ഷെ അങ്ങനെ ഉൾപ്പെടുമ്പം ഹിന്ദുക്കളും ബൗദ്ധരും ജൈനരും സിഖുകാരെയും ഒക്കെ ഇവർ ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട്. മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഈ നാട്ടിനോട് ബന്ധപ്പെട്ടവരേ അല്ല എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഫാസിസത്തിനൊരു മുഖ്യ ശത്രു എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ വേണമെന്നുള്ളതുപോലെ മുസ്ലിങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ എന്നാണ് സമന്വയം ഉണ്ടായിരുന്നതെന്നുള്ളതും അതിശയകരമായ കാര്യമാണ്. ഈ സമന്വയത്തിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഊർജം വെളിയിൽ നിന്ന് വന്ന ആളുകളാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അരവിന്ദാക്ഷൻ മാസ്റ്റർ പുസ്തകത്തിലെ ചില ലേഖനം വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നും. വെളിയിൽ നിന്ന് വന്ന ആളുകൾ അവരാണ്. ഇവിടെ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, ചെറിയ ചെറിയ സമ്പദ് വ്യവസ്ഥകൾ ഒക്കെ ഉണ്ടായിരുന്നതിനെ എല്ലാം തകർക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അവരൊരേ സമയത്ത് ഒരുപാട് ഗുണങ്ങളും, ഇംഗ്ലീഷുകാർ നമുക്ക് സന്യാസം തന്നു അങ്ങനെ എന്തോ ഒരു വാചകം നാരായണ ഗുരു പറയുന്നുണ്ട്, ഒരുപാട് ദൂഷ്യങ്ങളും അതിനിടയ്ക്ക് അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഗുണങ്ങളും നമുക്ക് കിട്ടി. അങ്ങനെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ജാതികൾ, ആ ജാതികൾ തമ്മിലുള്ള മത്സരം, അയിത്തം, വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, പരസ്പര വിവാഹമില്ല, വലിയ ശത്രുത. ഞാനത് നേരിട്ട് കണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് അരവിന്ദാക്ഷൻ മാസ്റ്റർ ഈ ശൈവ വൈഷ്ണവം ഇതിനെക്കുറിച്ച് എഴുതി വായിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ കാഞ്ചീപുരത്ത് ആ പ്രദേശത്ത് സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്യുമ്പം അവിടെ ഒരു വലിയ വഴക്കുണ്ടായി, വലിയ വഴക്ക്. അത്തരം വഴക്കുകളെ ആധാരമാക്കിയാണ് കമലഹാസൻ പിന്നീട് ഒരു വലിയ സിനിമ തന്നെ എടുത്തിരിക്കുന്നത്. ഈ ശൈവ വൈഷ്ണവ പ്രശ്നം കേരളത്തിൽ ഒരിക്കലും അത്രയും തീവ്രമായിട്ട് അത് വന്നിട്ടില്ല. ഹിന്ദു മതം തന്നെയാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെ ആനകളെ എഴുന്നള്ളിക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. പൂജാരി തന്നെയാണ് വിഗ്രഹം എഴുന്നള്ളിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരാനയെ അവിടെ നിർത്തിയിട്ടുണ്ട് ഈ അമ്പലത്തിന് മുമ്പിൽ, ഈ ക്ഷേത്രത്തിന് മുമ്പിൽ. ഈ ആനയുടെ നെറ്റിയിൽ ഈ 3 വര ഇങ്ങനെ കുറുക്കെ വരയ്ക്കണോ
അതോ ഇങ്ങനെ ഗോപിക്കുറി തൊടണമെന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. 3 വര കുറുക്കെ വരച്ചാൽ ആന ശൈവമായി, ഗോപിക്കുറി തൊട്ടാൽ ആന വൈഷ്ണവമായി. ഈ വൈഷ്ണവരും ശൈവരും കൂടെ ഈ കാര്യത്തിൽ തർക്കിച്ച് അമ്പലനടയിൽ വാളൂരി വെട്ടുന്ന സ്ഥിതി വരെ എത്തി. അത്രയും ബഹളമായപ്പം മദ്രാസ് ഹൈക്കോടതിയിൽ പോയി കേസ്. മദ്രാസ് ഹൈക്കോടതി കുറേ, നമ്മുടെ കോടതികൾ സാധാരണ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ള പോലെ, ഇപ്പോൾ പുലിക്കുന്നേല മറ്റോ എടുത്ത ഒരു കൊടുത്ത കേസ് ഇപ്പോഴും കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇവിടുത്തെ മുഴുവൻ സ്വത്തുക്കളും പോപ്പിൻ്റെയാണ്. പോപ്പ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്ര അധികാരിയാണ്. ഇന്ത്യയിലെ സ്വത്ത് മറ്റൊരു രാഷ്ട്രത്തിലെ അധികാരിക്ക് എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു ചോദ്യം ജോസഫ് പുലിക്കുന്നേൽ കൊടുത്ത കേസ് വർഷങ്ങളായി കിടക്കുന്നുണ്ട്. അതുപോലെ ഈ കേസ് മദ്രാസ് ഹൈക്കോടതി സൗകര്യപൂർവ്വം സുപ്രീം കോടതിക്ക് വിടും. സുപ്രീം കോടതിയിൽ ഒരുപാട് നാൾ കേസ് വാദിച്ചതിന് ശേഷം സുപ്രീം കോടതിയും കുരുങ്ങി അവസാനം പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, 6 മാസം ആനയുടെ നെറ്റിയിൽ ശൈവ ചിഹ്നമായ സമാന്തര രേഖ വരയ്ക്കാം, ബാക്കി 6 മാസം ഗോപിക്കുറി വരയ്ക്കാം. ഇങ്ങനെ അത് പരിഹരിച്ചു. അപ്പം തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഞാൻ സത്യത്തിൽ ആലോചിച്ചു പോയി, യഥാർത്ഥത്തിൽ വിസ്തരിക്കേണ്ടത് ആരെയായിരുന്നു? ആനയായിരുന്നു. ആനയെ വിസ്തരിച്ചതേ ഇല്ല. ഇതുപോലെയാണ് ഇവിടെ മതേതര സ്വഭാവമുള്ള ആരെയും വിസ്തരിക്കുന്നില്ല, കക്ഷി ചേർക്കുന്നില്ല. ഇവിടെ എല്ലാ കാലത്തും ഇത്തരം സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. ഇംഗ്ലീഷുകാർ വന്നു. അരവിന്ദാക്ഷൻ മാഷ നല്ലൊരു നിരീക്ഷണമുണ്ട്. ഒരുപാട് വലിയൊരു സംസ്കൃതി, വളരെ മഹത്തായ സംസ്കൃതി ഇന്ത്യയിലും ചൈനയിലും ഉണ്ടായിരുന്നു. എന്നാൽ ഏഷ്യയിൽ തന്നെ കണ്ടുപിടിക്കപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് അരവിന്ദാക്ഷൻ മാഷ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. അത് ഒന്ന് വെടിമരുന്നാണ്, മറ്റൊന്ന് അച്ചടി വിദ്യയാണ്, ആദ്യം അദ്ദേഹം പറയുന്നത് വടക്കുനോക്കി യന്ത്രമാണ്. ഈ 3 കാര്യങ്ങളും ചൈനക്കാരാണ് കണ്ടുപിടിച്ചത്. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പടിഞ്ഞാറ് നിന്നും വലിയ അധിനിവേശം ഇങ്ങോട്ട് വന്നത്. വടക്കുനോക്കി യന്ത്രം നാവിക ആധിപത്യം സ്ഥാപിക്കാൻ അവരെ സഹായിച്ചു. വെടിമരുന്ന് അവരുടെ യുദ്ധത്തിന് സഹായിച്ചു. അതുപോലെ തന്നെ അച്ചടി അവരുടെ ജ്ഞാനപ്രസാരണത്തിന് സഹായിച്ചു. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി, ഇവിടെ കീഴടക്കാനും പറ്റി. പണ്ടേതോ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചു, ഇന്ത്യയിൽ ഈ ആനയെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ലേഖനമാണ്. അത് നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങിയിരുന്ന ഒരു മാസികയുണ്ട്, അസൈഡ് എന്നിട്ട് പറഞ്ഞ മാസിക. അതിലുണ്ടായിരുന്ന ഒരു ലേഖനമാണ്, ആനയെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതിലും വലിയ വിഡ്ഢിത്തരം വേറൊന്നുമില്ല. കാരണം ആനയെ ഫ്രണ്ടിൽ നിർത്തിയാൽ 4 തരത്തിലുള്ള പടയാണല്ലോ. ശത്രു അല്പം ബുദ്ധിമാനാണെങ്കിൽ ഈ ആനയുടെ മസ്തകത്തിലേക്ക് ഒന്ന് കൊടുത്താൽ മതി, നിശ്ചയമായും സ്വന്തം സൈന്യത്തിലുള്ള ആളുകളെ ചവിട്ടി മെതിച്ച് ആന പോകുള്ളൂ. അങ്ങനെ 1500 വർഷം ഇന്ത്യൻ രാജാക്കന്മാരുടെ പരാജയത്തിന് കാരണമായിരുന്നത് ആനയാണെന്നൊരു ലേഖനം ഞാൻ വായിച്ചു. ഇത് മനസ്സിലാക്കിയ പോർട്ടുഗീസുകാർ കുതിരയാണ് യുദ്ധത്തിന് പറ്റിയ മൃഗം എന്നുള്ളത് കൊണ്ട്, ശരിയാണ് താനും, അത്രയധികം വഴക്കമുള്ള വേഗതയുള്ള മൃഗം ഇവിടുത്തെ രാജാക്കന്മാർക്ക് കുതിരയെ കൊണ്ടുവന്ന് കൊടുത്തെന്നാണ് പറഞ്ഞു. അവർ കുതിരയെ ലായത്തിൽ കെട്ടി പൂജയൊക്കെ ചെയ്ത് അതിന് കണ്ടമാനം തീറ്റി കൊടുത്ത് ഏകദേശം തടി വെപ്പിച്ച് ആനയുടെ കൂട്ടാക്കി. അതോടുകൂടി ഈ കുതിരയെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഒരു ലേഖനത്തിൽ. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളാണ് നമുക്ക്. അതേസമയത്ത് അവർ റെയിൽപ്പാളം വിട്ടു. റെയിൽപ്പാളം വിട്ടതിൻ്റെ ഉദ്ദേശം നമുക്ക് നല്ലപോലെ അറിയാം. ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ കയറ്റിക്കൊണ്ടുപോകാനും അവർ സംസ്കരിച്ചെടുത്ത വസ്തുക്കൾ, യന്ത്രനിർമ്മിത വസ്തുക്കൾ ഇവിടെ ഇറക്കുമ്പം നാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനും, ഒപ്പം തന്നെ ഒരുപാട് പട്ടാള ക്യാമ്പുകൾ ആവശ്യമില്ല, പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ മാത്രം മതി, എത്രയും വേഗം പട്ടാളക്കാരെ റെയിൽ വഴി നീക്കം ചെയ്യാൻ കഴിയും, എത്തിക്കാൻ കഴിയും. ഇങ്ങനെ 3 ഉദ്ദേശങ്ങളായിരുന്നു റെയിൽവേ സ്ഥാപിച്ചതിലുള്ളത്. പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ വേറൊരു ഉദ്ദേശം കൂടെ കണ്ടുപിടിച്ചു. തമിഴ്നാട്ടിലെ ആത്മഹത്യ ചെയ്യാൻ കയറുപോലും വാങ്ങിക്കാൻ കഴിയാത്ത പാവപ്പെട്ടവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ളൊരു നല്ല മാർഗവുമാണ് ഇത്. ഒരു പക്ഷേ ബ്രിട്ടീഷുകാരും ചിന്തിച്ചിരിക്കില്ല. അത് ഒരുപാട് ജഡങ്ങൾ എങ്ങനെ റെയിൽവേ ട്രാക്കിൽ കണ്ടിട്ടാണ് എനിക്കത് തോന്നിയത്. ഏതാണെങ്കിൽ ഇവർ ചെയ്ത ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ റെയിൽ, നമ്മുടെ സമന്വയത്തിന് ഒരുപാട് സഹായിച്ചു. റെയിൽവേ ജാതി വരമ്പുകളെ പോലും കുറേ അലിയിച്ചു കളഞ്ഞു, കുറേ വെല്ലുവിളി ഉയർത്തി. അവർ കൊണ്ടുവന്ന പാശ്ചാത്യ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, നമ്മുടെ നാട്ടിൽ സാധാരണക്കാരനും അക്സസിബിളായി എത്തിപ്പെടാൻ കഴിയും. അതിനു മുമ്പ് ഒരു വലിയ വിഭാഗം വിദ്യയിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന നാടാണ് നമ്മുടെ നാട്. പക്ഷേ അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതിനെ സഹായിച്ചു. അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവരിറക്കിയ ഒരു ഉത്തരവിനെക്കുറിച്ച് അരവിന്ദാക്ഷൻ മാഷ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. തിരുനെൽവേലിയിൽ ഉള്ള അമ്പലം, നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിനും ഗുരുവായൂർ സത്യാഗ്രഹത്തിനുമൊക്കെ വളരെ മുമ്പ് 1800 ആ കാലത്ത് തിരുനെൽവേലിയിലെ
ഒരു അമ്പലത്തിന് തൊട്ടടുത്തുള്ള എല്ലാ വഴികളിൽ കൂടെയും സവർണർക്ക് മാത്രമേ നടക്കാവുള്ളായിരുന്നു. അവിടെ അമ്പലത്തിൻ്റെ ഒരു വശത്തുള്ള ഒരു അന്നത്തെ കീഴ്ജാതിയായ ഒരാൾ മരിച്ചപ്പോൾ വളരെ ശവം കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഊടുവഴി കൂടെ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ കളക്ടർ ഇംഗ്ലീഷുകാരുടെ ഈ നിയമം ഉപയോഗിച്ചു, ഈ സഞ്ചാര സ്വാതന്ത്ര്യ നിയമം ഉപയോഗിച്ചിട്ട് ഈ ശവശരീരം അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടി, ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെയുള്ള വഴിയിൽ കൂടി കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള വരേണ്യരെല്ലാം യുദ്ധസമാനമായ സന്നാഹങ്ങളോടുകൂടി അതിനെ എതിർത്തെന്നും കളക്ടർ ഫയറിംഗ് ഓർഡർ ചെയ്തെന്നും 10 പേര് മരിച്ചതായിട്ടും അരവിന്ദാക്ഷൻ മാഷ് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ സമന്വയത്തിന് അവർ നമ്മളെ വിഭജിക്കാനും ഭരിക്കാനുമാണ് ശ്രമിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഭരണാധികാരികളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഏകദേശം അതേ രീതി തന്നെ, വിഭജിക്കുക, ഭരിക്കുക. അപ്പോൾ അവർ സമന്വയത്തിന് വേണ്ടി അല്ലാതെയാണെങ്കിലും ചെയ്ത ചില കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സമന്വയത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ പറയുന്ന റെയിൽവേയും അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഒക്കെ. സംഘർഷമാണ് കൂടുതലുണ്ടായിരുന്നത്. ഓരോ സംഘർഷത്തിനും ഇടയിലുള്ള ഇടവേളകളിലാണ് ഈ സമന്വയം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് അവശേഷിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇന്ന് കൂടുതൽ സംഘർഷഭരിതമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്യന്തം വിദ്വേഷകരമായ പ്രസ്താവനകൾ നടത്തുന്നു. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ കാര്യം ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ട്. വളരെ വളരെ മോശമായ പ്രസ്താവനയാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനായി മാറുന്ന ഒരു ജില്ല, പന്നികളെ പോലെ പ്രസവിക്കുന്നു സ്ത്രീകൾ എന്നുള്ളൊരു പ്രയോഗമാണ് ഇത്രയും മാന്യനായ ഒരാൾ ഹൈന്ദവതയ്ക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത്. അപ്പം ഹിന്ദുത്വവും ഹിന്ദുയിസവും അല്ലെങ്കിൽ ഹിന്ദുമതവും രണ്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെയുള്ള 14% മുസ്ലിങ്ങളെയും 2-3% ക്രിസ്ത്യാനികളെയും അതുപോലെ മിച്ചം വന്നിട്ടുള്ള ഈ വൈദിക മതം അടിച്ച് തകർത്ത് നശിപ്പിച്ചു കളഞ്ഞ ഇതിൽ നിന്നും മിച്ചം വന്നിട്ടുള്ള ബൗദ്ധരെയും ജൈനരെയും എല്ലാം പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള വലിയ ഗൂഢതന്ത്രങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ എല്ലാ വേഷഭൂഷാദികളും ഭാഷകളും കൊണ്ടാണ് പുതിയ ഫാസിസം നമ്മുടെ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. ഒരുപാട് സ്വാധീനമുള്ള പുരാണ കഥകളെ ഉപയോഗിക്കുന്നു. ആ പുരാണ കഥാസന്ദർഭങ്ങളെ ഉപയോഗിക്കുന്നു. സാധാരണ മനുഷ്യരിൽ ഈ സമന്വയം നിർവഹിച്ചതിൽ വലിയ ഒരു പങ്ക് നമുക്കറിയാം മഹാഭാരതത്തിനുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഇടങ്ങളിലും അത് എത്തിച്ചേർന്നിട്ടുണ്ട്. രാമായണത്തെക്കുറിച്ച് എത്ര വെർഷൻസാണുള്ളത്, എത്രയോ രാമായണങ്ങളുണ്ട്. ആദ്യത്തെ രാമായണത്തെക്കുറിച്ച് അരവിന്ദാക്ഷൻ മാഷ് തന്നെ പറയുന്നുണ്ട്. അതിലൊരു ചെറിയ അച്ചടി പെശകം, എന്തോ ഒരു കാര്യമായ പെശകം അതിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശരഥൻ്റെ ആദ്യ വിവാഹത്തിൽ 3 മക്കളുണ്ടായെന്നും അതിൽ രാമനും ലക്ഷ്മണനും സീതയുമായിരുന്നു എന്നും ഒരു വാചകം ആ പുസ്തകത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം ആ ഭാര്യ മരിച്ചതുകൊണ്ട് മറ്റൊരു പട്ടമഹിഷിയെ സ്വീകരിക്കുകയും അതിലാണ് ഭരതൻ ജനിച്ചതെന്നും പറയുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ശ്രീലങ്ക എന്നുള്ളത് ഉത്തരേന്ത്യയിൽ തന്നെയുള്ള സ്ഥലമാണ്, മധ്യേന്ത്യക്ക് തൊട്ടിപ്പുറത്തുള്ള സ്ഥലമായിരിക്കാമെന്നും ഒരു സംശയം പറയുന്നുണ്ട്. അതിപ്പോഴത്തെ സിലോണല്ല ചില രാമായണത്തിൽ. പക്ഷേ ഇത് അരവിന്ദാക്ഷൻ മാഷ് ഉദ്ധരിച്ചിരിക്കുന്നതിൽ വന്ന പെശക്, ഇവർ വനവാസത്തിന് പോയി ദശരഥൻ പറയുന്നുണ്ട് എൻ്റെ മരണശേഷം നീ ഭരണം നടത്തണം. ഒരു വനവാസത്തിന് പോയി 12 വർഷം ജീവിച്ചിരിക്കുമെന്ന് ദശരഥൻ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം 9 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ, മരിച്ചുപോയി. അപ്പോൾ ഭരതൻ പോയി വിളിച്ചുകൊണ്ട് വന്നു ഇവരെ. അങ്ങനെ നാട്ടിലെത്തി രാജ്യഭാരം കയ്യേറ്റു ശ്രീരാമൻ, സീതയെ പരിഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ പുസ്തകം ഇനിയും ചിന്താ പബ്ലിക്കേഷൻസ് അടിക്കുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ അച്ചടി പെശക എന്താണെങ്കിലും ശ്രീരാമൻ്റെ സഹോദരിയായിരുന്നു സീത എന്നും ആ സഹോദരിയാണ് ശ്രീരാമൻ വിവാഹം കഴിച്ചതെന്നും തോന്നിപ്പിക്കുന്ന വരിക. ഞാനത് എൻ്റെ കൈ കിട്ടിയ പുസ്തകത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചും ഇപ്പോൾ വിജയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ശാസ്ത്രപരിഷത്തിൻ്റെ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയായിട്ടും എനിക്ക് തോന്നി. പിന്നെ ഒരുപാട് രാമായണങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ചുരുങ്ങിയ വാചകങ്ങളിൽ അരവിന്ദാക്ഷൻ മാഷ് പറയുന്നുണ്ട്. ഏതാണെങ്കിലും സംഘർഷം എന്ന വാക്കിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യമെന്ന് നമുക്കറിയാം. ഇപ്പം ഇന്ത്യയിലെ മനുഷ്യസ്നേഹികളുടെ എല്ലാ മനസ്സുകളിൽ സംഘർഷത്തിൻ്റെ വിദൂര ഇടിമുഴക്കങ്ങൾ
പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിൽ ഉത്കണ്ഠാകുലരാണ്. അവരാത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും, ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്കും, എല്ലാ ഈശ്വര വിശ്വാസികൾക്കും, പരിപൂർണ നിരീശ്വര വിശ്വാസികൾക്കും സമാധാനത്തോടുകൂടി, സമന്വയത്തോടുകൂടി, പരസ്പര സഹകരണത്തോടുകൂടി ജീവിക്കാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു. സച്ചിദാനന്ദൻ മാസ്റ്റർ തന്നെ നിരവധി കവിതകൾ ഈ വിഷയം അതിതീവ്രമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് തീർച്ചയായിട്ടും അരവിന്ദാക്ഷൻ മാസ്റ്ററുടെ പേരിലുള്ള പുരസ്കാരം സച്ചിദാനന്ദന് കൊടുക്കുന്നതും വളരെ സന്തോഷകരമായ കാര്യം. ആ സമയത്ത് തന്നെയാണ് ഈ പുസ്തകം തന്നെ ചർച്ചയ്ക്കായിട്ട് എടുത്തത്. അങ്ങനെ എടുത്തതുകൊണ്ടുണ്ടായ ഒരു ഗുണം എനിക്ക് കിട്ടിയത് ഭാഗ്യം, ഈ വൈരുദ്ധ്യം ഇങ്ങനെ ആദ്യത്തെ അധ്യായത്തിൽ എങ്ങനെ കടന്നുകൂടി, ഇതുവരെ ആരും അത് ശ്രദ്ധിച്ചില്ലല്ലോ എന്നും തോന്നി. ഞാൻ വിജയനോട് അത് പറയുകയും ചെയ്തു. പക്ഷേ അത് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല, ഒരു തെറ്റാണ് എന്ന് നമുക്കറിയാം. അച്ചടിയിലോ എവിടെയോ വന്ന കുഴപ്പമാണ്. പക്ഷെ അതിനുശേഷം അരവിന്ദാക്ഷൻ മാസ്റ്റർ പറയുന്ന ഈ പുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം ഒരു പാഠപുസ്തകം പോലെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യയുടെ സംസ്കാരം എങ്ങനെ രൂപപ്പെട്ടു വന്നുവെന്നും അതിലുള്ള വൈരുദ്ധ്യങ്ങളും അതിലുള്ള സംഘർഷങ്ങളും ഇന്ത്യയിൽ നിന്ന് തന്നെ എങ്ങനെ ഉയർന്നു വന്നുവെന്നും വിദേശികൾ എങ്ങനെ ചില സമന്വയത്തിനും കാരണക്കാരായിരിക്കുന്നു എന്നുമൊക്കെ അരവിന്ദാക്ഷൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ആ വിഷയം ചർച്ചയ്ക്കെടുത്തത് വളരെ നന്നായി. ഇതിന് ശേഷം നടക്കുന്ന സച്ചിദാനന്ദൻ്റെ പ്രഭാഷണത്തിലും ഈ വിഷയത്തിൻ്റെ മറ്റൊരു വശമാണ് കലാസാഹിത്യം പ്രതിരോധം എന്നതിൽ വരുന്നത് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. അരവിന്ദാക്ഷൻ മാസ്റ്ററുടെ പേരുള്ള പ്രഥമ പുരസ്കാരം ലഭിച്ചതിൽ ശ്രീ സച്ചിദാനന്ദനെ ആത്മാർത്ഥമായി അനുമോദിക്കുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നുണ്ടായതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി തൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ മോഹൻദാസിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗുരുജനങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ ഇതിൻ്റെ എന്നെ പ്രഭാഷകനാക്കിയതിന് പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യത എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുസ്തകം തൊണ്ണൂറ്റിയഞ്ചിൽ ശാസ്ത്രാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച കാലത്ത് ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ ഒരു മുൻനിര പ്രവർത്തകനായിരുന്ന അന്തരിച്ച കോലഴിയിലെ കെ മുരളീധരൻ എനിക്ക് തരികയും അന്ന് വായിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം ആരോ കൊണ്ടുപോയി. ഇപ്പോൾ ഇതിലിവിടെ പങ്കെടുക്കണം, മാഷെ പുസ്തകത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പുസ്തകം ഒന്ന് കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ പുസ്തകം കിട്ടിയില്ല. ഇതൊരു ഒഴിവ് കഴിവല്ല, അങ്ങനെ പറയാനും പാടില്ല. വളരെ പ്രൗഢവും പ്രബുദ്ധവും സുശിക്ഷിതരുമായ ഗുരുജനങ്ങളിരിക്കുന്ന ഒരു വേദിയിൽ ഇത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ സാഹിത്യ അക്കാദമിയിൽ വന്നിട്ട് ചിന്തയുടെ പുതിയ അതിൻ്റെ പതിപ്പ് ഒന്ന് നോക്കി മറിച്ച് നോക്കി ഓർമ്മ പുതുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് ഞാനൊന്നും പറയില്ല. പ്രധാന പ്രശ്നം ചരിത്ര നിർമ്മിതിയെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ മാഷതിൽ മുന്നോട്ട് വയ്ക്കുകയും തൻ്റെ നിലപാട് തറയായിട്ട് പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഇതിലുടനീളം. അത് 95, ഇപ്പോൾ കാൽനൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെടുമ്പോൾ
ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ തീവ്രതരമായ പ്രശ്നങ്ങൾ, ചരിത്ര പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പുനർവായിക്കുമ്പോൾ പ്രവാചകമായ ചില ഉൾക്കാഴ്ചകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ചരിത്രം ഒരർത്ഥത്തിൽ ഒരു നിർദ്ധാരണ വ്യവസ്ഥയാണ്, ഒരു സെലക്റ്റീവ് സിസ്റ്റമാണ്. അരവിന്ദാക്ഷമാഷ് തന്നെ വളരെ ആദരപൂർവ്വം എഴുതിയിട്ടുള്ള E.H. കാറിൻ്റെ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം സമൂഹം, കലാസാഹിത്യം, നമ്മുടെ പഴയ ഒരു സമാഹാരത്തിലുള്ള E.H. കാറിനെ കുറിച്ചുള്ളൊരു പ്രബന്ധത്തിൽ കാറിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. കാറിൻ്റെ ഒരു ദർശനം, ചരിത്രം എന്നത് എല്ലാം ചരിത്രമാകുന്നില്ല, അത് സംഭവങ്ങളുടെ ക്രമാനുഗതമായ ഒരു അനുസ്യൂതി അല്ല, അതിൽ ചില തെരഞ്ഞെടുപ്പുകൾ ഉണ്ട്, അങ്ങനെയാണ് ഓരോന്നും ചരിത്രമാകുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത ചരിത്രങ്ങൾ നിലനിൽക്കുന്നത്. പുതിയ കാലത്ത് അതിൽ നിന്നും പോയിട്ട് ചരിത്രം എന്നത് ആഖ്യാനമാണ് എന്ന രീതിയിൽ, ആഖ്യാനം മാത്രമാണ് എന്ന രീതിയിൽ, വളയമില്ലാത്ത ജ്ഞാനസംബന്ധിയായ അച്ചടക്കമില്ലാത്ത തലത്തിലേക്ക് ശുദ്ധമായ ഫോക്ലോർ ആക്കി ചരിത്രത്തെ മാറ്റുന്ന പുതിയ ചരിത്ര നിർമ്മിതിയും ഇപ്പോഴുണ്ട്. ഞാനിത് പറഞ്ഞ രണ്ട് രീതിയിലും, ഒന്ന് ചരിത്രത്തെ അതിൻ്റെ സംഭവങ്ങളുടെ അനുസ്യൂതി അതിൻ്റെ ക്രമമായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ ഈ അനുസ്യൂതിയുടെ നിർമ്മാണ ലോജിക്ക് എന്ത് എന്നുള്ളത് പ്രധാനമാണ് ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തും ചരിത്രം പുതുതായി വായിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇനി മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഉദ്ഘാടകൻ സൂചിപ്പിച്ച ഇതിലെ ആദ്യത്തെ അധ്യായത്തിൽ വൈവിധ്യം, സമന്വയം, വികാസം എന്ന അധ്യായത്തിൽ, അതൊരു ആമുഖ അധ്യായമാണ്. താൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മാഷ് പറയുന്ന സ്ഥലത്താണ് ഈ രാമായണ ചർച്ച ആരംഭിക്കുന്നത്. ആദികാവ്യത്തിനും മുമ്പ്, ഇൻ ദ ബിഗിനിങ്, ബിഫോർ ദ ബിഗിനിങ് ഉണ്ട്, രാമായണ കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ജൈന പാരമ്പര്യത്തിലെ ദശരഥ ജാതകത്തിൽ ആണ് വൈശാഖ മാഷ് പറഞ്ഞ ഈ പ്രമേയം, തീം, ഇതിവൃത്തം പരാമർശിക്കപ്പെടുന്നത് എന്ന് ഇതിൽ എഴുതുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യകാവ്യത്തിന് മുമ്പുണ്ടായതാണ് കാലപരമായി എന്ന്, അത് തർക്കവിഷയമാണെന്ന് മാഷ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ പോലും അതിന് മുമ്പുണ്ടായതായിരിക്കാനാണ് സാധ്യത, യാതൊരു സംശയമില്ല. എഴുതപ്പെടുന്നതിന് മുമ്പ് പ്രചരിച്ച ദാശരഥ ജാതകത്തിൽ, ജാതക കഥാപാരമ്പര്യത്തിൽപ്പെട്ട ഈ രാമായണ വെർഷനിലാണ് ഈ നേരത്തെ പറഞ്ഞ ദശരഥൻ്റെ പട്ടമഹിഷി, രണ്ട് പുത്രന്മാർ, സീത ദശരഥൻ്റെ മകളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. രാവണൻ്റെ പുത്രിയായിട്ട് സീതയെ അവതരിപ്പിക്കുന്ന രാമായണ കഥകൾ, കാവ്യങ്ങൾ ഒക്കെ അടുത്ത കാലത്ത് ഏറ്റവും പ്രകോപനമുണ്ടാക്കിയ A.K. രാമാനുജൻ്റെ 300 രാമായണങ്ങൾ എന്ന ലേഖനം ഇക്കാര്യത്തിലേക്ക് നമുക്ക് വളരെയധികം നമ്മുടെ പിടിവാശികളെയൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാവണം ഡൽഹി സർവകലാശാലയിലെ പാഠപുസ്തകത്തിൽ നിന്ന് അത് മാറ്റി തീർക്കണം എന്ന് ഹിന്ദുത്വവാദികൾ വളരെ പ്രകോപനപരമായി ആവശ്യപ്പെടുകയും, വളരെ പ്രകോപനം എന്നല്ല, വളരെ ബെലിഗ്രൻറ്റ്, യുദ്ധോദ്യുക്തരായിട്ട് ആവശ്യപ്പെടുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തു. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നില്ല അതൊരു
മാഷ് സംശയിച്ചതുപോലെ അത് അച്ചടി പിശകോ അല്ല, അതങ്ങനെ തന്നെ. അത് പറയുന്നത് അത് അതിൻ്റെ മുന്നിലും പിന്നിലും വായിച്ചാൽ അത് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിരവധി രാമായണങ്ങളുണ്ട്. എഴുതപ്പെടുന്നതിന് മുമ്പ് പ്രചരിച്ചു പോയ നിരവധി രാമായണങ്ങൾ സാധ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ലോകത്തിലെ എല്ലാ കൃതികളും പിന്നീട് എഴുതപ്പെട്ടത്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സച്ചിദാനന്ദ മാഷ കവിതയിൽ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് ഒരു കവി അനുഭവിക്കുന്ന കൃതി തന്നെയാകുന്ന പനയോലയിലേക്ക് സ്വയം നിവേശിക്കപ്പെടുന്ന കവിയുടെ സൃഷ്ടിയാണ് രാമായണം, നാം അറിയുന്ന രാമായണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിരവധി രാമായണങ്ങൾ, അതിൽ തന്നെ കൂട്ടിച്ചേർക്കലുകൾ, അതിൽ നിന്ന് ഒഴിവാക്കലുകൾ, ഓരോ കാലത്തെയും ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന പ്രാദേശിക കഥകളുടെ കൂട്ടിച്ചേർക്കലുകൾ, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതൊരു പ്രക്രിയയാണ്. ഇപ്പോൾ മാപ്പിള രാമായണമുണ്ട് എന്ന് അതിൽ പറയണില്ല. പക്ഷെ അത് നമുക്കറിയാം, അടുത്ത കാലത്ത് എഴുതിയ ഒരു ഈ പാരമ്പര്യത്തിൽ വരുന്ന ഒന്നല്ല. അങ്ങനെയും സാധ്യമാണ് എന്നൊരു സംഗതി. മാപ്പിള രാമായണവും സാധ്യമാണ്. അപ്പം ഞാനിത് പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ അതൊരു തെറ്റല്ല. എങ്ങനെയാണ് വ്യത്യസ്ത പാഠങ്ങൾ നിലനിന്നിരുന്നത് ചരിത്രത്തിൽ? കാരണം മാഷതിൽ ചരിത്രമെന്ന് പറയുമ്പോൾ സംസ്കാരത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആണ്. സംസ്കാര ചരിത്രം എന്ന് വിളിക്കുന്നില്ല, ചരിത്രം തന്നെ. ഭാരതീയ ചരിത്രത്തിലെ മുഖ്യ പ്രവണതകൾ എന്നൊരു, സംസ്കാരത്തിലെ മുഖ്യ പ്രവണതകൾ എന്നൊരു സബ് ടൈറ്റിൽ നിന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാറിൻ്റെ ചരിത്ര ദർശനം, ചരിത്രത്തിന് അതിൻ്റെ ഒരു ഫിലോസഫി ചരിത്ര നിർമ്മിതിക്ക് ആവശ്യമാണ് എന്ന്, കേവലവും നിരപേക്ഷവും ആയ ഒരു ചരിത്രമില്ല എന്ന കാഴ്ചപ്പാട് ഈ പുസ്തകത്തിൻ്റെ രചനയുടെ പിന്നിലുണ്ട്. അത് എഴുതപ്പെടാനുള്ള സാഹചര്യം നമുക്കറിയാം. എന്തുകൊണ്ടാണ് മാഷ് രാമായണത്തിൽ നിന്ന് ആരംഭിക്കുന്നത്? 1990-കളിൽ രാമനെ, യുദ്ധോദ്യുക്തനായ രാമനെ, ധനുർധരനായ രാമനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയം, ഇന്ത്യയിലെ സാമൂഹിക ജീവിതം വളരെ കലുഷമായ ഒരു ഘട്ടത്തിലേക്ക് ചുവടുമാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത്. അതുകൊണ്ടാണ് മാഷ് രാമായണത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നത്. വളരെ കൃത്യമായി സീതയുടെ അടുക്കളയും രാമൻ്റെ പേറ്റുമുറിയുമൊക്കെ ചരിത്രപരമായി കണ്ടെത്തിയെന്ന്, അതിൻ്റെ സർവേ നമ്പർ അടക്കം കണ്ടെത്തിയെന്ന് എഴുതപ്പെടുന്ന ചരിത്രരേഖകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം. അവർ പിന്നീട് ചരിത്ര കൗൺസിലിൻ്റെ ചെയർമാന്മാരാകുന്നു. അവരുടേതായ ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കിയെടുക്കുന്നു ഇതിനെ ആസ്പദമാക്കിയിട്ട്. അപ്പോൾ മിത്തുകളെ, വർത്തമാനത്തെ മിത്തിഫൈ ചെയ്യുകയും മിത്തുകളെ ചരിത്രമാക്കി മാറ്റുകയും ചെയ്യുന്ന വ്യാജ നിർമ്മിതിയുടെ ഒരു ഘട്ടത്തിലാണ് മാഷ് ഇത് എഴുതുന്നത്. നമ്മൾ എവിടെ നിന്നുകൊണ്ടാണ് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കേണ്ടത്? ഗ്രീക്ക് ഇതിഹാസത്തിലെ ജാനസ് ദേവനെ പോലെ അതിൽ രണ്ട് മുഖമുള്ള അതല്ല, മാഷ് പിന്നിലും മുന്നിലും കണ്ണുള്ള, ഭാവിയിലേക്കും ഭൂതത്തിലേക്കും വർത്തമാനകാലത്ത് നിന്ന് നോക്കുന്ന, വളരെ പെട്ടെന്ന് ഇത് സാധ്യമാകുന്നുണ്ട്. എന്താണ് വർത്തമാനത്തിൽ നമ്മൾ ഭൂതകാലത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന്, വർത്തമാനകാലത്തെ എങ്ങനെയാണ് നാം ചരിത്രവൽക്കരിക്കുന്നത് എന്ന്, നമ്മൾ ജീവിച്ചു പോകുന്നു എന്നതല്ല, നമ്മുടെ കാലഘട്ടത്തെ നാം ചരിത്രവൽക്കരിക്കുക എന്ന പ്രശ്നം, അതെന്തുകൊണ്ടാണ് എന്ന്, ഭാവിയെ നിർമ്മിക്കുന്നതിന് നാം ഇതിലൂടെ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഇത് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാന ശ്രുതിയായിട്ട് വർത്തിക്കുന്നുണ്ട്. ഇതിന് ദേശാഭിമാനിയിൽ EMS എഴുതിയ, ആദ്യ പതിപ്പിന് എഴുതിയ ഒരു റിവ്യൂ ആണ് ഇതിൻ്റെ മുഖവുരയായിട്ട് രണ്ടാം പതിപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി എഴുതിയതല്ല,
ഇതിനെ റിവ്യൂ ചെയ്തുകൊണ്ടാണ് EMS അത് എഴുതുന്നത്. ഈ പുസ്തകം ഞാൻ പറഞ്ഞു, ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ ചെറിയ ഒരു പുസ്തകം, വിശദാംശങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ചരിത്ര പ്രവാഹത്തെ എങ്ങനെയാണ് ജനപദങ്ങൾ, ആവാസ വ്യവസ്ഥകൾ, സംസ്കാരങ്ങൾ രൂപപ്പെട്ടത് എന്ന്, എങ്ങനെയാണ് മിളനങ്ങളുടെയും വേർപിരിയലിൻ്റെയും സഞ്ചാരങ്ങളുടെയും ചരിത്രം ഉണ്ടായി വന്നത് എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പക്ഷി വീക്ഷണം ആണ് സത്യത്തിൽ ഈ കൃതി. അതുകൊണ്ട് ഇതിൻ്റെ കാലാനുക്രമണിക അല്ല. പക്ഷേ ഈ പുസ്തകത്തിനെ ചില 6 അധ്യായങ്ങളായി തിരിക്കുകയും 7 അധ്യായങ്ങളായി തിരിക്കുകയും അതിൽ ആദ്യത്തെ ആമുഖം പ്രസൻറ്റ് ചെയ്യുന്നു. അതിൽ മാഷ് അത് അവസാനിപ്പിക്കുന്നത് വർത്തമാനകാലത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള വളരെ ഏകപക്ഷീയമായ ഒരു കാഴ്ചപ്പാടിന് സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, വിജ്ഞാനത്തിൻ്റെ രംഗത്ത്, ചരിത്ര നിർമ്മിതിയുടെ രംഗത്ത് പ്രാധാന്യം ലഭിക്കുകയും ഹെജിമണി ഉണ്ടാവുകയും അത് വളരെ അപകടകരമായ ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മാഷ് ആദ്യത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് EMS എടുത്ത് എഴുതുന്നുണ്ട്. അവിടെ ഞാനത് എഴുതി വെച്ചേ. ഒരേ ഒരു പ്രഭവസ്ഥാനം, ആര്യാവർത്തം, ഒരേ ഒരു ആധാരം, ശ്രുതിസ്മൃതികൾ, ഒരേ ഒരു ദർശനം, അദ്വൈത വേദാന്തം, ഒരേ ഒരു ഭാഷ, സംസ്കൃതം, ഇങ്ങനെ ചുരുക്കാനും നിറം കെടുത്താനും തുനിയുന്നവർക്ക് വഴങ്ങുന്നതല്ല ഭാരതീയ പൈതൃകം. ഈ പഠനത്തിൻ്റെ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ആത്മാവെന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് സത്യത്തിൽ. ഇതിന് വേണമെങ്കിൽ ഇപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നത്, വർത്തമാനകാലത്ത് ഒരേ ഒരു വ്യക്തി ഇന്ത്യയുടെ ഭാഗധേയങ്ങൾ നിർണ്ണയിക്കുന്നു, ഒരേ ഒരാൾ മാത്രം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, ഒരേ ഒരാൾ മാത്രം എല്ലാ മന്ത്രാലയങ്ങളെയും ഭരിക്കുന്നു, ഒരേ ഒരാൾ മാത്രം ശബ്ദിക്കുന്നു എന്ന രീതിയിൽ ഏകപക്ഷീയതയുടെ ഒരു വലിയ ദൃഢീകരണം, ഒരുപക്ഷെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫാസിസത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ദർശനം നമുക്ക് ഇതിൽ കിട്ടും. അതിനെതിരെയുള്ളൊരു വാണിംഗ് ആണ് സത്യത്തിൽ ഈ പുസ്തകം. ഇതിൽ ആദ്യത്തെ അധ്യായത്തിലെ വൈവിധ്യം, സമന്വയം, വികാസം. പക്ഷെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ സമന്വയം, സംഘർഷം എന്നാണ്. വിചിന്തന രീതിയുടെ ഒരു പ്രസ്താവം അതിലുണ്ട്. ഒരു ഭൗതികവാദ ദ്വന്ദ്വാത്മക ചിന്തയുടെ ഒരു പൂർവപര്യം, തിരിച്ചിടൽ അതിൽ ഉണ്ട്. സമന്വയം, സംഘർഷം, സമന്വയം, വികാസം എന്ന രീതിയിൽ പോകുന്ന ഒരു കാഴ്ചപ്പാട് സമന്വയം എന്ന രീതിയിലാണ്. കാരണം നമുക്കറിയാത്ത കാലം, അങ്ങനൊരു കാഴ്ചപ്പാട് മാഷത്തിൽ പുലർത്തുന്നു. അപ്പോൾ ഇന്ത്യയുടെ ജ്ഞാനം, അതിൻ്റെ ഗരിമ മുഴുവൻ വേദത്തിൽ സന്നിഹിതമായിരിക്കുന്ന കാഴ്ചപ്പാട്, അത് അനാദിയാണ്, അപൗരുഷേയമാണ് എന്നൊരു കാഴ്ചപ്പാട്. പലപ്പോഴും ഓറിയൻ്റലിസ്റ്റുകൾ കൊളോണിയൽ ചരിത്രകാലത്ത് പെരുപ്പിച്ചുണ്ടാക്കിയ ഒരു കാഴ്ചപ്പാട്.
ഇന്ത്യ എന്ന വിശുദ്ധ ഭൂമിയിൽ ഒരുപക്ഷെ അതിനെ പരിഹാസത്തിൽ അത് പാമ്പാട്ടികളുടെയും സന്യാസിമാരുടെയും നാട് എന്ന് പറയുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ ആധ്യാത്മികതയുടെ ഭൗതിക അതീതമായ ഒരു ജനത മുഴുവൻ ഭൗതികാതീതമായ ഒരു ദർശനത്തിനാൽ നയിക്കപ്പെട്ടു എന്ന് പ്രൊജക്റ്റ് ചെയ്യാവുന്ന പ്രക്ഷേപിക്കുന്ന ഒരു ഓറിയൻ്റലിസ്റ്റ് വീക്ഷണം. അതിനു മുമ്പ് ഇന്ത്യക്ക് ചരിത്രമേ ഇല്ല എന്ന രീതിയിൽ ഇപ്പോൾ മാർക്സ് അടക്കം ഓറിയൻ്റൽ ഡെസ്പോട്ടിസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന് മുമ്പുള്ള കാലം, കൊളോണിയൽ കാലത്തിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. അപ്പം അങ്ങനെ വളരെ ഇരുണ്ട ഒരു കാലമുണ്ടായിരുന്നു എന്ന് മറ്റൊടുത്ത് വേദങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഇന്ത്യയുടെ ചരിത്രം, സംസ്കാര ചരിത്രം, അതിൻ്റെ അനാദിയായ ആദി, ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാട്. ഇതിൻ്റെ രണ്ട് ഏകപക്ഷീയതകളെയും മാഷ് നിരോധിക്കുന്നുണ്ട്. രണ്ടും ശരിയല്ല. കാരണം ഭൂമിയിൽ ജീവിതം ഉയരെടുക്കുകയും മനുഷ്യൻ ഉയരെടുക്കുകയും നിരവധി ജീവിതം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും പ്രത്യുൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും മനുഷ്യൻ സഞ്ചാരികളാവുകയും അവരുടെ ഗോത്ര ജീവിതത്തിൻ്റെ ഉറയ്ക്കുകയും പിന്നീട് കാർഷിക വ്യവസ്ഥയിലേക്ക് വരികയും പുതിയ ജനപദങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്ന ആയിരത്താണ്ടുകൾ നിലനിൽക്കുന്ന വലിയ ചലനത്തിൻ്റെ ഒരു ചരിത്രം എല്ലാ ജനപദങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏകപക്ഷീയമായ വൺ ഡൈമെൻഷനലായ ഒരേ ഗതിയിൽ സഞ്ചരിക്കുന്ന ഒരേ വംശങ്ങൾ മാത്രം പുലരുന്ന ഒരു ജനതയും ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ ആര്യൻ ലെഗസിയുടെ, ആര്യൻ പാരമ്പര്യത്തിൻ്റെ ഇന്ത്യയുടെ ആദിമ സംസ്കാരത്തെ ഉറപ്പിക്കുന്ന ഇതിനപ്പുറത്ത് പിന്നീട് ഇപ്പോൾ അതൊക്കെ നമുക്കറിയാം, അത് ചരിത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അതിനപ്പുറത്ത് ആര്യ അധിനിവേശം എന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ഇവിടെ നിലനിന്നിരുന്ന ആദിമ നിവാസികളെ മുഴുവൻ യുദ്ധത്തിൽ കീഴടക്കുകയും അങ്ങനെ അവരുടെ അധിനിവേശം സ്ഥാപിക്കുകയും ചെയ്തു എന്ന രീതിയിലുള്ള ഏകപക്ഷീയതകളും. ഇപ്പോൾ റൊമീല താപ്പറ പോലെയുള്ള ആളുകൾ ആര്യാധിനിവേശത്തിൻ്റെ പുതിയ പഠനങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ 10-25 വർഷമായിട്ട് അതിൽ പുതിയ ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മാഷ് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മിളനങ്ങൾ സംഭവിക്കുന്നത്? ഒന്നും രണ്ടും ലോകയുദ്ധങ്ങളിൽ നടന്ന പോലെയുള്ള ഒരു യുദ്ധം നമ്മുടെ മനസ്സിൽ വരുന്നത് ഇത്തരം യൂണിഫോമിറ്റേറിയനിസ്റ്റായിട്ടുള്ള വർത്തമാനകാലത്തെ പിന്നിലേക്ക് നീട്ടിക്കൊണ്ട് ചരിത്രത്തെ നിർമ്മിക്കാനുള്ള ചില ശ്രമങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരേ നിരയിലുള്ള ആര്യാധിനിവേശത്തിൻ്റെ കഥകൾ ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ്, ചരിത്രത്തിൻ്റെ സ്റ്റീരിയോ ടൈപ്പ്. ഈ സ്റ്റീരിയോ ടൈപ്പുകളെ ഒന്നൊന്നായിട്ട് അരുൺദാസ് മാഷ് ഇതിൽ വളരെ ചിട്ടയോടെ തൻ്റെ ചരിത്ര ദർശനത്തിൽ നിന്നുകൊണ്ട് ചെത്തി മാറ്റുന്നുണ്ട്. അങ്ങനെയല്ല, മനുഷ്യൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ കാലത്തേക്കോ വംശത്തേക്കോ സംസ്കാരത്തിലേക്കോ ന്യൂനീകരിക്കാവുന്ന ഒരു ഉണ്മയല്ല എന്ന് ഈ ഗ്രന്ഥം വളരെ ശക്തമായിട്ട് ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ ദ്രവീഡിയൻ പ്രസ്ഥാനത്തെക്കുറിച്ച് ഉള്ള മാഷ് വളരെ ഹ്രസ്വമായ അവസാനിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദ്രവീഡിയൻ പ്രസ്ഥാനത്തിന് വരുന്ന അപജയങ്ങൾ, ഈ ആര്യൻ ആൻറ്റി ബ്രാഹ്മണിസം അതിശക്തമായി ആരംഭിച്ച തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണ് ദ്രവീഡിയൻ ഏകപക്ഷീയതകൾ ഇന്ന് അത് എത്തി നിൽക്കുന്ന വളരെ
വളരെ ജീർണമായ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിലേക്ക് എത്തപ്പെട്ടത് എന്ന് മാഷ് ചില സൂചനകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഏകപക്ഷീയതയായാലും അത് ചരിത്ര സംസ്കാരത്തെ പരിശോധിക്കാൻ ഉപയുക്തമല്ല എന്നും അനേകം ധാരകൾ, അനേകം പ്രവാഹങ്ങൾ, അനേകം കാലത്തിലൂടെ പ്രവഹിച്ച് ഒന്നിച്ചു ചേർന്ന് ഒഴുകി ഉണ്ടായ സഹവർത്തനത്തിൻ്റെ, സഹജീവിതത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യമാണ് ഇന്ത്യ എന്ന് ചില പ്രത്യേക ഘട്ടങ്ങളിൽ അധികാര വ്യവസ്ഥ, അതിൽ നിലനിൽക്കുന്ന ഉൽപ്പാദന ബന്ധങ്ങൾ, അതിലെ വർഗ മേധാവിത്വം എങ്ങനെയാണ് അതിനെ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നു, എങ്ങനെയാണ് ഈ വ്യവസ്ഥയെ തങ്ങൾക്ക് അനുകൂലമായി, ഈ സംസ്കാര ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുകയും തങ്ങളുടേതാക്കി മാറ്റുകയും ചെയ്യുന്നത് അപ്രോപ്രിയേഷൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് എല്ലാ കാലത്തും സംഭവിക്കുന്നു. ഇപ്പോൾ ഇ പി തോംസണൊക്കെ പറയുന്ന സംസ്കാരം എന്നത് ഒരു ഹോൾ വേ ഓഫ് സ്ട്രഗിൾ എന്നും പറയുന്ന ഒരു കാഴ്ചപ്പാട്, അതിനപ്പുറത്ത് റെയ്മൺ വിൽസൺ പറയുന്ന സംസ്കാരം എന്നത് ദ ഹോൾ വേസ് ഓഫ് ലൈഫ് എന്ന കാഴ്ചപ്പാട് കൂടിച്ചേരുന്ന ഒരു സങ്കല്പനം ഈ ഇന്ത്യ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ മാഷ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ആര്യൻ മ്ലേച്ഛൻ മാഷയുടെ ചരിത്രത്തെ പരിശോധിക്കാനുള്ള മാഷയുടെ ഉപാദാനങ്ങൾ പ്രധാനമായും ഭാഷ, സംസ്കാരം, സാഹിത്യം ഇവയൊക്കെ തന്നെയാണ്. മനുഷ്യൻ്റെ ജീവിത രീതികൾ, ആചാരങ്ങൾ. എനിക്കതിൽ സങ്കടം തോന്നിയൊരു കാര്യം, സംഗീതത്തെക്കുറിച്ച് വളരെ അഗാധമായ ധാരണയുള്ള മാഷ് സംഗീതത്തെക്കുറിച്ച് എങ്ങനെയാണ് സംഗീതം, പ്രത്യേകിച്ച് ഭാരതീയ സംഗീതം എന്ന് വിളിക്കപ്പെടുന്ന അതിൻ്റെ വ്യത്യസ്ത ധാരകൾ, മാഷൊരു വിഷയമാണത്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഇതിലൊന്നും പറഞ്ഞു പോകില്ല. വളരെ വെറും പരാമർശം മാത്രമേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട സംസ്കാരത്തെ അപഗ്രഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വർത്തമാന കാലാവസ്ഥയിൽ സംഗീതം ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ ഉപാധി തന്നെയായി മാറുന്നു ഭാരതീയ സംഗീതം എന്ന് നമുക്ക് വളരെ നിസ്സംശയം പറയാം. അതിൻ്റെ സ്പെക്ട്രം, അതിൻ്റെ വർണ്ണരാജി, അതിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതിൽ ഈ ഹിന്ദുക്കുഷ് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ ഒക്കെ തന്നെ എങ്ങനെയാണ് ഓരോ രാഗവ്യവസ്ഥയ്ക്കുള്ള പേരുകളായി മാറിയത് എന്ന് ഒക്കെ തന്നെ മാഷത്തിന് മുമ്പ് പലപ്പോഴും ഉപന്യസിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര ഒരു ഭാഗം ഇതിൽ കൊടുക്കുന്നില്ല. കാരണം ആധുനിക കാലം എന്ന് പറയുമ്പോൾ മാഷിനെ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനുള്ള മാഷൊരു പക്ഷേ ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ ആവശ്യപ്രകാരം ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു പുസ്തകം എന്നുള്ള രീതിയിലാവും ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക. ഇത്തരം ഒരു ദിങ്മാത്ര ദർശനം മാത്രമേ ഇതിൽ സാധ്യമാകൂ എന്ന് ഉള്ളത് കൊണ്ടാകാം. ഇന്നിപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ മാഷ് മരിച്ചുപോയി, പക്ഷെ മാഷ് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിതീവ്രമായ വളരെ അപകടം പിടിച്ച പിളർപ്പുകളുടെ ഒരു വലിയ സാധ്യതകൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. ഒരു ഗർത്തം ഇങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ തന്നെ ഇങ്ങനെ പിളർന്ന് പോവുക എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ രീതിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം, അതിൻ്റെ അധികാര സങ്കല്പങ്ങൾ, അതിൻ്റെ യുദ്ധ ഉത്സുകത വളരെ മാരകമായ വിധത്തിൽ ഇന്ത്യൻ ജീവിതത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എന്നും രാവിലെ നാം ഉറക്കമുണരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണോ അല്ലയോ എന്ന്, നാം രാജ്യസ്നേഹികളാണോ രാജ്യദ്രോഹികളാണോ എന്ന് സ്വയം പരിശോധിക്കാൻ നിർബന്ധമാകുന്ന ഉത്തരം
പറയാൻ നിർബന്ധിതമാകുന്ന ഒരു കണ്ണ്, അല്ലെങ്കിൽ ഒരു ഭീതിയുടെ ഒരു മുന നമ്മുടെ വാതിലിന് പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്, ഇതിലുള്ളടക്കം, ഒരു മാഷ് പുതിയ വസ്തുതകളൊന്നും ശേഖരിക്കുന്നില്ല, കമ്പൈൽ ചെയ്യുന്നുണ്ട്, ഇത് സംഗ്രഹിക്കുന്നുണ്ട്. അബ്സ്ട്രാക്ഷൻ്റെ ഒരു കല, സംഗീതം പോലെ ഇതിൽ മാഷ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെ ഞാൻ നേരത്തെ പറഞ്ഞ 7 അധ്യായങ്ങൾ ആര്യനും മ്ലേച്ഛനും യവനർ മുതൽ തുലുക്കർ വരെ വർണ്ണവും ജാതിയെക്കുറിച്ചിട്ടുള്ള വളരെ വളരെ ഗാഢമായ നിശിതമായ ചില സംബന്ധങ്ങൾ എങ്ങനെയാണ് ഒരു ഐഡിയോളജി എന്നുള്ള നിലയിൽ വർണ്ണ ആശ്രമധർമ്മങ്ങളും ഒരു യാഥാർത്ഥ്യം എന്ന നിലയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഭൗതിക അവസ്ഥ എന്ന നിലയിൽ ജാതിയും രൂപപ്പെട്ടു വരികയും ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നതെന്ന് പക്ഷേ വളരെ ദീർഘമായ ഒരു അധ്യായമാണത്. അത് പരിശോധിക്കുന്നുണ്ട്. അത് ശ്രമണരും ബ്രാഹ്മണരും എന്ന രീതിയിൽ ശ്രമണ പാരമ്പര്യത്തിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആജീവകരുടെയും ജൈനരുടെയും ബുദ്ധരുടെയും ചർവാകന്മാരുടെയും പിന്നീട് സൂഫികളുടെയും ഒക്കെയായ ശ്രമണ പാരമ്പര്യത്തിൻ്റെ ഒരു എതിർപ്രവാഹം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ രൂപപ്പെടുകയും ജനജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്തത് എന്ന് അദ്ദേഹം സമന്വയം, സംഘർഷം എന്ന് പറയുമ്പോൾ എല്ലാ വ്യവസ്ഥയും അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ എതിർ വ്യവസ്ഥയെയും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇത് കണ്ടെടുക്കുന്നത്. 2 തരത്തിലും, അതിൻ്റെ ഉള്ളിൽ നിന്ന്, പുറത്തു നിന്ന് ഒരു വ്യവസ്ഥ, ഒരു സംവിധാനം തകർന്നു പോകുന്നത് എങ്ങനെയെന്ന് ഉള്ളിൽ നിന്ന് വരുന്ന പുറത്തു നിന്ന് വരുന്ന 2 ശക്തികളെയും മാഷ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭക്തിയും വിഭക്തിയും എന്ന ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വളരെ ചെറുതെങ്കിലും ശ്രദ്ധേയമായ ഒരു അധ്യായം. അതിനുശേഷമാണ് ആധുനിക ഭാരതം. ഈ ആധുനിക ഭാരതത്തിൽ കൊളോണിയൽ മോഡേണിസത്തിൻ്റെ പ്രശ്നങ്ങൾ, മോഡേണിസം എന്നല്ല മോഡേണൈസേഷൻ്റെ പ്രശ്നങ്ങൾ, അതെങ്ങനെ 2 തരത്തിൽ ഇന്ത്യൻ ജീവിതത്തെ പുതുക്കി പണിതു എന്ന്, എങ്ങനെയാണ് ചൂഷകൻ തന്നെ ഒരർത്ഥത്തിൽ വിമോചകനായി മാറുന്നതെന്ന് നേരത്തെ മാഷ് സൂചിപ്പിച്ച റെയിൽവേയുടെ 2 അർത്ഥത്തിലുമുള്ള, എങ്ങനെയാണ് പട്ടാളത്തെ കൊണ്ടുപോകാനും ചരക്കുകൾ കൊണ്ടുപോകാനും റെയിൽവേ ഉപയോഗിക്കപ്പെടുമ്പോൾ തന്നെ ജാതി, റെയിൽവേയിൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജാതി നഷ്ടപ്പെടാൻ നിർബന്ധിതമാകുന്നൊരവസ്ഥ. അങ്ങനെ പുതിയ ടെക്നോളജി, പുതിയ കണ്ടെത്തലുകൾ, പുതിയ ജീവിത സമ്പ്രദായങ്ങൾ ജാതിയെ എങ്ങനെയാണ് ഇല്ലാതാക്കുകയും അത് പുതിയ രൂപത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന് അദ്ദേഹം ഈ ആധുനിക കാലത്തെ, അതേതാണ്ട് കേരളത്തെയൊക്കെ വളരെ ചെറുതായിട്ട് മാത്രമേ പരാമർശിച്ചു പോകുന്നുള്ളൂ. അങ്ങനെയാണത് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഈ പുസ്തകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലുള്ള വസ്തുതകളൊക്കെ ഇതിനേക്കാളും വളരെ വളരെ വിശദമായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് പുതിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കിട്ടും. പക്ഷെ അതല്ല, അതിനേക്കാളേറെ ഇതിലെ ബന്ധിപ്പിക്കുന്ന ഒരു ചരിത്ര ഹിസ്റ്റോഗ്രാഫിയുടെ ഒരു യുക്തി, നമ്മൾ ചരിത്രത്തെ എങ്ങനെയാണ് സംഭവങ്ങളെ, കാര്യകാരണങ്ങളെ കൂട്ടിക്കെട്ടേണ്ടത് എന്ന ഇതിനെക്കുറിച്ച് വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു നിബന്ധം ആണ് ഈ പുസ്തകം. നമ്മുടെ വർത്തമാനകാലത്ത് ചരിത്രം വളരെ അപകടകരമായ ഒരു അവസ്ഥയായിട്ട് നാം അനുഭവിക്കുമ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു സമരായുധം എന്ന നിലയിൽ ഈ പുസ്തകത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. നന്ദി. ആ പുസ്തകത്തിൻ്റെ സാങ്കേതികമായ ഉള്ളടക്കം മുൻപത്തെ പ്രഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. 7 അധ്യായങ്ങൾ, ആമുഖം, ആധുനിക ഭാരതത്തെക്കുറിച്ചുള്ള ചില ദിശകളെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു അധ്യായം ഒഴിച്ചു നിർത്തിയാൽ കൃത്യമായ ചില ഗണകൽപ്പനകളിലൂടെ
മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചരിത്ര വിചാരം. ആദ്യത്തെ അധ്യായത്തിലാണ് വൈശാഖ മാഷ് ഇപ്പോൾ പറഞ്ഞ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നത് അത് ശരിയായിരിക്കുമോ എന്നൊരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടാക്കിയ രാമായണ വിചാരം അവിടെയാണ് വരുന്നത്. കാമൽ ബുൽക്കിയൊക്കെ തുടങ്ങി വെച്ച നാടോടി രാമായണങ്ങളുടെ അല്ലെങ്കിൽ നിരവധിയായ ജാതക കഥകളിലൂടെ പടർന്ന് വേരുകൾ അന്വേഷിച്ചു പോയാൽ എത്രയോ അധികമായിട്ട് പടർന്നു പോകുന്ന രാമായണത്തിൻ്റെ ആ ഒരു വലിയ പടലയെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പഠനമാണത്. അതിലെ ഈ സംശയം എന്ന് പറയുന്നത് നമുക്ക് തോന്നിപ്പിച്ചത് അത് നമ്മുടെ പോലും രാമായണ കഥാഗതിയെ ഒരല്പം ശല്യം ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. രാമൻ്റെ സഹോദരി ആയിരിക്കുമോ, അഥവാ അതിൻ്റെ ഒരു അസംഭാവ്യതയെക്കുറിച്ച് നമ്മൾ പോലും ആലോചിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു പഠനാർഹമായ മറ്റൊരു വിഷയമാണ്. അത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് അത്തരമൊരു യുക്തി അല്ലെങ്കിൽ അത്തരമൊരു അറിവ് കിട്ടിയത് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് അക്ഷരത്തെറ്റല്ല എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും അത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പറയുന്ന അത് രണ്ടാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ ഇവിടെ അരവിന്ദാക്ഷൻ മാഷെക്കുറിച്ചുള്ള സ്മരണയ്ക്കകത്ത് ഈ പുസ്തകത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു വിചാരവും ഒരു പുസ്തക പരിചയവും ഇപ്പോൾ നമുക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള സൈദ്ധാന്തികനായിട്ടുള്ള സുനിൽ പി ഇളയിടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പര്യാപ്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു അധിക വായനയ്ക്ക്. അതിൽ പറയുന്നുണ്ട് 2-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ ചില ഗണങ്ങളെ മുൻനിർത്തിക്കൊണ്ടും എന്നാൽ പ്രത്യക്ഷത്തിൽ പരസ്പര വിരുദ്ധമായി നിലകൊള്ളുന്ന ചില ദ്വന്ദ്വ ഗണങ്ങളെ മുൻനിർത്തിക്കൊണ്ടും ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യത്തെയും ഭൂതകാലത്തെയും വിശകലനം ചെയ്യാനാണ് ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നത്. മോഹൻദാസ് സാർ ചൂണ്ടിക്കാണിച്ചത് ഈ ഗണങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യമായിട്ട് വരുന്നത് ആര്യർ, അനാര്യർ അല്ലെങ്കിൽ മലേച്ചർ എന്ന് പറയുന്ന ഒരു ഗണം, ദ്വന്ദ്വ ഗണങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന എതിരിട്ട് നിൽക്കുന്ന 2 കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ എന്നുള്ള രീതിയിൽ. പിന്നീട് അതിൽ വരുന്നതാണ് ശ്രമണകരും ബ്രാഹ്മണരും. ബ്രാഹ്മണർ എന്ന് പറയുന്ന ആ വാക്കിനെ തന്നെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഒരു വിപരീത പദം എന്നുള്ള രീതിയിൽ മനുസ്മൃതിയെ പോലും പൊളിച്ചെഴുന്നതിനുള്ള യുക്തിവിചാര ധൈര്യങ്ങൾ അന്ന് കാണിച്ച ആജീവകരടക്കമുള്ള വിവിധരായ യുക്തിവിചാര പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായമാണത്. യവനർ മുതൽ തുലുക്കർ വരെ എന്നുള്ള 3-ാം അധ്യായം ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ എത്രത്തോളം കലർപ്പുകളെ ഉൾക്കൊള്ളുന്നു എന്നതാണ്. വർണ്ണവും ജാതിയും ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിച്ചെടുത്തു പറഞ്ഞ ഒരുപക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമായതെന്ന് വ്യക്തിപരമായി തന്നെ ഞാൻ വിചാരിക്കുന്ന ഒന്നാണ് ഈ പുസ്തകത്തിലെ 4-ാം അധ്യായം, വർണ്ണവും ജാതിയും എന്ന 4-ാം അധ്യായം. ഏറെക്കുറെ ഒന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും പലതിൻ്റെ ഇടയിലും നമ്മൾ പരാമർശിച്ചു പോകുന്ന ഇത് രണ്ടും തമ്മിലുള്ള യുക്തി വിരുദ്ധത എന്താണ്? വർണ്ണമല്ല ജാതി, ജാതിയല്ല വർണ്ണം. അഥവാ ഇന്ത്യൻ സമകാലിക അവസ്ഥയിൽ ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ വിരുദ്ധമായ രീതിയിൽ തന്നെയാണ് എന്ന ഒരു ചിന്തയുടെ ബ്രാഹ്മണികമായ ഫാസിസം ഇന്ന് ഏറ്റവും കൂടുതലായി പ്രത്യക്ഷത്തിൽ തന്നെ അതിൻ്റെ ആസുരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത് രണ്ടിൻ്റെയും പ്രയോഗ രീതികൾ എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിലടക്കം അറിയാതെ നമ്മൾ പോലും പിന്തുടരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള 20-22 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ചില കാഴ്ചകൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരുപക്ഷെ അത്ഭുതകരം തന്നെയാണ്. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: വർണ്ണവ്യവസ്ഥ ഒരു സൈദ്ധാന്തിക സങ്കല്പവും ജാതി യഥാർത്ഥ ഘടനയുമായി ആണെന്ന യാഥാർത്ഥ്യത്തിൻ്റെ അടിത്തറയിലാണ് ഈ പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. അവസാന അധ്യായമായ ആധുനിക ഭാരതം ചർച്ച ചെയ്യുന്നത് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട ഒരു ജീവിതക്രമത്തിൻ്റെ സമകാലികതയാണ്. ഒരുപക്ഷെ ഈ അവസാന അധ്യായമാണെന്ന് തോന്നുന്നു കുറെ കൂടി എന്താണ് വി അരവിന്ദാക്ഷൻ മാഷ് എന്ന് പറയുന്ന ഒരു ചിന്തകനും വാഗ്മിയും സംസ്കാര ദാർശനികനുമൊക്കെയായ ഒരു വ്യക്തിത്വം ഇന്നത്തെ നമ്മുടെ ജീവിതത്തോട് ഇടപഴകിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ, അഥവാ അതിൽ നിന്ന് നമ്മൾ എന്താണ് സ്വാംശീകരിക്കേണ്ടത് എന്ന ചില സംഗതികൾ. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ പുസ്തകത്തിൻ്റെ പൊതുവായ ഉള്ളടക്കത്തെ മുൻനിർത്തിക്കൊണ്ട് 3 രീതിയിൽ വേണമെങ്കിൽ അതിനെ ഒന്ന് ക്രമപ്പെടുത്തി അവതരിപ്പിക്കാമെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷങ്ങളെ. ഒന്ന്, ബ്രാഹ്മണിക ഫാസിസത്തിനെതിരെയുള്ള 10-20 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ധൈര്യപൂർവ്വം നടത്തിയ ഒരു ഡയറക്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു ആക്രമണം യുക്തിവിചാര പദ്ധതിയുടെ ബലത്തോടു കൂടി തന്നെ. രണ്ടാമത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അതിനൊരു വാക്ക് നൽകുക മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ, ഒരു പക്ഷേ ഹിസ്റ്റോറിയോഗ്രഫി, ചരിത്രവിജ്ഞാനീയം എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തെ അപനിർമ്മിക്കുക എന്ന് പറയുന്നൊരു മെത്തഡോളജിയുടെ ഒരു പരിചയങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ചില സ്ഥിരീകരണങ്ങളോ ദാർശനികമായ സൈദ്ധാന്തികമായിട്ടുള്ള പ്രയോഗങ്ങളോ വരുന്നതിന് മുൻപ് തന്നെ അത്തരമൊരു രീതിശാസ്ത്രം അദ്ദേഹം ഇതിൽ കൈക്കൊള്ളുന്നു എന്നുള്ളത്. മൂന്നാമത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ അവസാനത്തെ അധ്യായത്തിനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കണം ഇനിയുള്ള കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ അഥവാ ഈ ചരിത്രത്തിൻ്റെ അപനിർമ്മാണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വർത്തമാനത്തെ കാണുകയാണെങ്കിൽ നമ്മൾ അനുശീലിക്കേണ്ട പ്രയോഗവൽക്കരിക്കേണ്ടതായ ഒരു സംസ്കാരത്തിൻ്റെ ദിശ എന്താണ്?
വർത്തമാനത്തെ ചരിത്രവൽക്കരിക്കുന്ന പ്രയോഗവും മോഹൻദാസ് മാഷ് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കുറിച്ച് വെച്ച ഒരു കാര്യമാണ്. അത് വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഏത് യുക്തിയും ഏത് പുസ്തകവും അല്ലെങ്കിൽ ഏത് ദാർശനികൻ്റെ ചിന്തയെയും നമ്മൾ എടുക്കുന്നത് വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ പ്രയോഗ പദ്ധതിയിലേക്ക്, നമ്മുടെ നിത്യജീവിതത്തിൻ്റെ പ്രയോഗ പദ്ധതികളിലേക്ക് അതിനെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് അറ്റാക്കിൻ്റെ ഒരു കാര്യം മാത്രം ഇതിൽ നിന്ന് പറയാം. അത് ഗണേശോത്സവത്തിൻ്റെ ഒരു നിർമ്മിതിയെ അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ടുവരലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്നതാണ്. 1893 ബാലവിവാഹത്തിനെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യമായിട്ട് ഒരു ബില്ല് പാസ്സാക്കിയ ആ സന്ദർഭത്തിൻ്റെ ദിവസങ്ങൾക്കുള്ളിലാണ് ബാലഗംഗാധര തിലകൻ ഈ പറയുന്ന 1893 ഗണേശോത്സവത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വന്ന മുഹറം ഏതൊരു ദിവസത്തിനകത്ത് തൊട്ടടുത്തുള്ളൊരു മുസ്ലിം പള്ളിയുടെ മുകളിൽ അവിടുത്തെ നിസ്കാര സമയം തന്നെ കൃത്യമായി കണ്ടെടുത്തുകൊണ്ട് ഈ ഘോഷയാത്രയെ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അരവിന്ദാക്ഷൻ മാഷ് ഇങ്ങനെയാണ്, അതായത് കണക്ഷനുകൾ അഥവാ ചരിത്രത്തിലെ ഒരു സംഭവത്തെ 1995 ബാബറി മസ്ജിദിൻ്റെ തകർക്കലിന് ശേഷമുണ്ടായ ആ ഒരു കാലാവസ്ഥയെ തികച്ചും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്, യുക്തി വിചാരത്തോടു കൂടി തന്നെയാണ് ഈ സന്ദർഭത്തെ പലതരത്തിലുള്ള കണക്ഷനുകളോട് കൂടിയിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തലുകളോട് കൂടിയിട്ട് പറയാനായിട്ട് മാഷ് ശ്രമിച്ചിരിക്കുന്നത്. ദേശീയത്വവും ഹൈന്ദവ വർഗീയതയും ഏകോപിപ്പിക്കുന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി നമുക്ക് ഇന്നിപ്പോൾ കൊണ്ടാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗണേശോത്സവങ്ങളെ കാണാം. 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്നത് പോലെ തന്നെ ആ ഘോഷയാത്രകളുടെ സ്വഭാവം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിന് മുൻപ് തന്നെ മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, സ്വത്ത് സ്ഥാപനത്തിന് പലരും പല ഉപായങ്ങളാണ് സ്വീകരിച്ചത്. ഉപനയനാദി സംസ്കാരങ്ങൾ, മന്ത്രതന്ത്രങ്ങൾ, പൂജാവിധികൾ, സസ്യാഹാരനിഷ്ഠ, മദ്യവർജനം തുടങ്ങിയ സംവരണാചാരങ്ങളും ജാതി സംജ്ഞകളും സ്വീകരിച്ചു ചിലർ. ഈ ഓരോ സംവർഗവും വേണമെങ്കിൽ സമകാലിക രാഷ്ട്രീയ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ഒരു പ്രഭാഷണമോ അല്ലെങ്കിൽ വലിയ ചിന്തകളോ തർക്കങ്ങളോ ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഇനി പറയാനുള്ള ഒരു കാര്യം ഈ അവസാനത്തെ അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നു, ആധുനിക ഭാരതം എന്ന് പറയുന്ന അവസാനത്തെ അധ്യായത്തിൽ ഒരു പുസ്തകത്തിൻ്റെ അവസാനമായിരിക്കും ഒരു പക്ഷേ ആ എഴുത്തുകാരൻ മുന്നിൽ കാണുന്ന ഏറ്റവും ഭാഷ വളരെ ലളിതമായ ഒരു മലയാളം പ്രയോഗിച്ചുകൊണ്ട് നമ്മളൊക്കെ സാധാരണ നാട്ടുമൊഴിയിൽ നമ്മൾ പറയുന്ന അതേ ഒരു വാക്കിനെ പൂരകം എന്ന് പറയുന്ന 2 മലയാള വാക്കുകൾ എടുത്തുകൊണ്ട് എത്ര കുറുക്കിക്കൊള്ളുന്ന രീതിയിലാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സ്വയമറിയാതെ കടന്നു വരുന്ന ഒരു ആഘോഷപരതയെയും അത് സത്യത്തിൽ വളം വയ്ക്കുന്നത് ബ്രാഹ്മൺ ഫാസിസത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു സാംസ്കാരികതയിലേക്കാണ് അന്ന് അദ്ദേഹം അതിൽ പറയുന്നില്ലെങ്കിലും ഇന്നത്തെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ പൂരകവും എന്ന് മാഷുദ്ദേശിച്ച വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് തോന്നുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങൾ പൂരമാകരുത്, പൂരകമാവണം. സംസ്കാരം അലങ്കാരമല്ല, സംസ്കാരം ഉപേക്ഷിക്കലാണ്. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വൈകുന്നെന്ന കരച്ചിൽ നിർത്തണം. ലക്ഷ്യം എന്ത് എന്ന് ഓരോ ഘട്ടത്തിലും നാം നിർണയിച്ചേ പറ്റൂ. ഓരോ നീക്കത്തിലും ഓരോ പ്രവർത്തനത്തിലും ലക്ഷ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുസ്തകത്തിനകത്ത് എനിക്ക് വളരെ ഫിലോസഫിക്കലായിട്ട് ദാർശനികമായിട്ട് തോന്നിയ ഒരു വാചകമാണിത്. സോഷ്യലിസ്റ്റത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ്, അത് അവിടെ നിൽക്കട്ടെ. ലക്ഷ്യം ഓരോ ഘട്ടത്തിലും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ്. ലക്ഷ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനൊരു ചാക്രികതയുണ്ട്, അതിനൊരു പരിണാമമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ആത്യന്തികമായ ഏതെങ്കിലും ഒരു സംഗതിയെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന വെട്ടൊന്ന് മുറിരണ്ട് എന്ന മട്ടിലുള്ള നമ്മളുടെ യുക്തി കൽപ്പനകളുടെ അതിൻ്റെ ഒരു ഔചിത്യരാഹിത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ അത് സമകാലികമായാലും ഭൂതകാലമായാലും അതിനെ ഇഴപിരിച്ച് കാണിക്കുന്ന ഭൗതിക അർത്ഥത്തിലുള്ള പ്രജ്ഞയോ അതിനുള്ള സിദ്ധിയോ സാധനയോ അല്ല. പ്രയോഗവൽക്കരിക്കേണ്ട രാഷ്ട്രീയത്തിൽ അഥവാ നിത്യജീവിതപരമായ രാഷ്ട്രീയത്തിൽ നാം എന്ത് കൈക്കൊള്ളണം എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഗായത്രി മന്ത്രത്തിൻ്റെ റിംഗ് ടോൺ നിറച്ചുവെച്ച ഫോണുമായി നമ്മൾ പങ്കെടുക്കുന്ന ദളിത് കലാജാഥകളോ അല്ലെങ്കിൽ അതിന് സമാനമായ ഏത് പ്രതിരോധ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് ഒരുപക്ഷെ ഇവിടെ സ്വയം ഒരു ആത്മവിമർശനത്തിന് പാത്രമാക്കേണ്ടതായിട്ട് വരും. ആശാപുസ്തകം അവസാനം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു കീഴാള മുന്നേറ്റത്തെ വെച്ചുകൊണ്ട് തന്നെയാണ്. അതായത് ഈ വിടവുകളെ എങ്ങനെ പൂരിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം കൂടി മാഷെ പോലുള്ള ദാർശനികൾ വളരെ മയത്തിൽ തന്നെ, ഒട്ടും തന്നെ അഗ്രസീവായ ഭാഷയിലല്ലാതെ സമന്വയത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും രീതിയിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ നിർദ്ധാരണം ചെയ്യണമെന്ന ഒരു വലിയ പ്രശ്നമാണ് മാഷയുടെ പുസ്തകം നമ്മളിൽ അവശേഷിപ്പിക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമന്വയവും സംഘർഷവും ഒരുപക്ഷെ നമുക്ക് ഒന്നിച്ചു നിർത്താൻ സാധിക്കില്ല. സമന്വയപ്പെടേണ്ടിടത്ത് സമന്വയപ്പെട്ടുകൊണ്ടും എന്നാൽ നിരന്തരമായി സംഘർഷപ്പെടേണ്ടത് അത് ചെയ്തുകൊണ്ടും തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് വിശ്വസിക്കുന്നു. അതായത് ജാതിയോ അല്ലെങ്കിൽ സ്വത്വവാദപരമായ മറ്റേതു കാര്യമോ
കൂടെ നിർത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ജനാധിപത്യത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന, കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും വിഷമകരമായ എന്നാൽ ദിശയിൽ ശരിയാണെന്ന് നമ്മുടെ ഉള്ളിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ഒരു വലിയ കാര്യം ഈ പുസ്തകത്തിനകത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഐശ്വര്യ എസ് ബാബുവിനെ ക്ഷണിക്കുന്നു. പുസ്തക വിചാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രൊഫസർ വി. അരവിന്ദാക്ഷൻ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.